യെസ്. ഞാൻ ബാക്കി എല്ലാവരും ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ HSSTക്കാരോട് വേഗം 2 മിനിറ്റിൽ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് നിങ്ങളെ ശ്രദ്ധിക്കാത്തതായിട്ടൊക്കെ തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ നിങ്ങളെ എന്തായാലും ഫസ്റ്റ് ടൈമാണ് അഡ്രസ്സ് ചെയ്യുന്നത്. ആരൊക്കെ ഉള്ളത്? രമ്യ അല്ലേ? രമ്യയും സൗമ്യയും അല്ലേ? ബാക്കി എല്ലാവരും HSA കുട്ടികളാണ്. അപ്പോൾ ലൈക്ക് എനിക്ക് നിങ്ങളെ ആരെയും അത്ര പേഴ്സണലി അറിയത്തില്ല. വൺസ് ഒന്ന് എക്സാമൊക്കെ സ്റ്റാർട്ട് ചെയ്ത് എല്ലാം ഒന്ന് ഒരു ട്രാക്കിലാവുമ്പോഴേക്കും നമ്മൾ വിൽ നോ ഈച്ച് അതർ വെരി വെൽ. നിങ്ങൾ HSAയിലുള്ള ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കൂ. അങ്ങനെയാണ് അതിൻ്റെ ഒരു നടപ്പ്. ഇപ്പം നിങ്ങൾ ജസ്റ്റ് ക്ലാസ്സസൊക്കെ ഇപ്പം വീക്ക്ലി തന്നെ ഞാൻ തന്നെ ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് നിങ്ങളെ ഈ ഒരു ക്ലാസ് അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെയൊക്കെ ഒരു പ്രശ്നമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കെയറും അറ്റൻഷനും ഒന്നും കിട്ടുന്നില്ല എന്നൊക്കെ തോന്നുന്നുണ്ടാവും. ആൻഡ് നൗ നമ്മളിപ്പോൾ ഒരു 10-30 ദിവസം കൂടി HSAക്കാരെ ഒന്ന് വൈൻഡപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു ഇതുമുണ്ട്. വിച്ച് ഇസ് വൈ ദേ ആർ ഗെറ്റിംഗ് മോർ അറ്റൻഷൻ ആൻഡ് യു ആർ നോട്ട് ബീങ് അറ്റൻഡഡ് അറ്റ് ഓൾ. എനിക്കും അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട്. നിങ്ങളായിട്ട് ഒട്ടും കോൺവേഴ്സ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങളെ ഒട്ടും അങ്ങോട്ട് ഒന്ന് ഷേപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്റ്റഡി സ്ട്രക്ചർ ഒന്ന് മോൾഡ് ചെയ്യാനോ ഒന്നും പറ്റിയിട്ടില്ല എന്നുള്ളൊരു ഫീലിംഗ് എനിക്കും ഉണ്ട്. വിച്ച് ഇസ് വൈ ഐ ആം ഓൾസോ ടെല്ലിങ് ദിസ്. അപ്പം ഡോണ്ട് ഫീൽ ലൈക്ക് ദാറ്റ്. നമ്മളൊരു ഇപ്പം വെനസ്ഡേസ് തൊട്ട് നിങ്ങളുടെ എക്സാംസും സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ വൺസ് നിങ്ങളുടെ എക്സാമും റാങ്ക് ലിസ്റ്റും നെഗറ്റീവ് മാർക്കും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ വരുമ്പോൾ തന്നെ വിൽ കം ബിഹൈൻഡ് യു ആസ്കിങ് എന്താ എക്സാം എഴുതാത്ത, പഠിക്കുന്നുണ്ടോ, എങ്ങനെയാണ്, അങ്ങനെയുള്ള ലൈക്ക് ഈവൻ പേഴ്സണൽ ഡീറ്റെയിൽസ് എവറിത്തിങ് വിൽ ടോക്ക് ആൻഡ് കോൺവേഴ്സ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ ഒട്ടും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് വേണ്ട. ഉണ്ടോ ഇവിടെ? രമ്യ, സൗമ്യ, ഐ എം ടോക്കിംഗ് ടു യു ഓൺലി. ഓക്കെ, 2 പേരോട് മാത്രമാണ് സംസാരിക്കുന്നത്. രമ്യ. സോ ആസ് ഓഫ് നൗ എനിക്ക് നിങ്ങളെ ആരെയും ഒട്ടും പേഴ്സണലി അറിയത്തില്ല. ഒന്നും അങ്ങോട്ടൊരു ട്രാക്കിലല്ല. ബട്ട് ഗ്രാജുവലി ഇൻ ലൈക്ക് 2 or 3 weeks വിൽ ഗെറ്റ് ഓൺ ട്രാക്ക് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനത്തെ ഹാർഡ് ഫീലിങ്സ് ഒന്നും വേണ്ട. ഓക്കെ, ഒന്നൊരു ഓക്കെ എന്ന് പറയുമോ ഒരു സമാധാനത്തിന്? സൗമ്യ, രമ്യ. ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഓക്കെ അപ്പം ഇന്ന് നമ്മൾ വാലഡിക്ഷൻ ആണ് എടുക്കുന്നത്. ഹോപ്പ് യു ഹാവ് ലിസൺ ടു ദാറ്റ് വീഡിയോ. ജിതിന് അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ഡണ്ണിൻ്റെ സാധനം എടുത്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ ഡണ്ണിൻ്റെ കുറച്ചൊരു അത്രയും ഡീപ്പായിട്ടൊന്നും പറയില്ല, ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാം. ഡൺ വാസ് ബോൺ ഇൻ 1572. ഹി ഡൈഡ് ഇൻ 1631. 1572 തന്നെയാണ് ആര് ജനിച്ചത്? ബെൻ ജോൺസൺ. 1637 ബെൻ ജോൺസൺ ഡൈ ചെയ്യുന്നത്. ബട്ട് ഡൺ 1572, 1631. അപ്പം ഡൺ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഇനിഷ്യൽ പറയുന്ന പോലെ തന്നെ 1572, 1631. അപ്പോൾ നമുക്ക് ആ ഒരു ടൈം പീരീഡിനെ കുറിച്ചൊരു ഐഡിയ കിട്ടും. ആൻഡ് ദെൻ എലിസബത്തൻ പീരീഡിലും പുള്ളി ഉണ്ടായിരുന്നു. ഹി വാസ് ഓൾസോ ദെയർ ഇൻ ദ ജേക്കോബിയൻ പീരീഡ്. ഓക്കെ, ജേക്കോബിയൻ പീരീഡ് എന്ന് പറയുമ്പോൾ ജെയിംസ് ഫെസ്റ്റിൻ്റെ പീരീഡാണ്. സോ എലിസബത്തൻ പീരീഡിലും രണ്ടും ആ ഒരു ഗോൾഡൻ ഏജും അത് കഴിഞ്ഞ് ഡ്രാമയൊന്നും അത്ര സപ്പോർട്ട് ചെയ്യാത്ത ആ ഒരു സമയത്തും ഒക്കെ ഡൺ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു അന്നത്തെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടും സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടും പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ വെച്ച് വേണം വെൻ വി റീഡ് ദിസ് ഡൺ വി ഹാവ് ടു കീപ് ഓൾ ദാറ്റ് ഇൻ മൈൻഡ്. ഓക്കെ, ആൻഡ് നമ്മുടെ ഡണ്ണിൻ്റെ സ്റ്റൈൽ ഓഫ് പോയിട്രി എങ്ങനെയാണെന്ന് വെച്ചാൽ ഹി റിവോൾട്ടഡ് അഗൈൻസ്റ്റ് എലിസബത്തൻ സ്റ്റൈൽ. എലിസബത്തൻ സ്റ്റൈൽ എന്ന് വെച്ചാൽ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് ഭയങ്കര, അതായത് ഇപ്പം നമ്മുടെ വാലഡിക്ഷനിലുള്ളതുപോലെ തന്നെ ഇപ്പോൾ ഒരു സെപ്പറേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹീൽ ടെൽ ദാറ്റ് ഓക്കെ നമ്മളുടെ വിഷമം കൊണ്ട് ഫ്ലഡ്സ് ഉണ്ടാവും, ടിയേഴ്സ് കൊണ്ട് ഫ്ലഡ്സ് ഉണ്ടാവും, അങ്ങനത്തെ ഭയങ്കര, അല്ലെങ്കിൽ എനിക്ക് നിൻ്റെ അടുത്തുള്ള സ്നേഹം ചന്ദ്രനാവും, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ആ രീതിയിൽ ഭയങ്കര റൊമാൻറ്റിസൈസ് ചെയ്തിട്ടുള്ള പോയിട്രിയാണ് എലിസബത്തൻ പീരീഡിലുള്ളത്. പക്ഷേ ഡൺസ് പോയിട്രി അല്ലെങ്കിൽ മെറ്റഫിസിക്കൽ പോയിട്രി വാസ് എ റിവോൾട്ട് അഗൻസ്റ്റ് ദിസ് കൈൻഡ് ഓഫ് അല്ലെങ്കിൽ പെട്രാർക്കൻ ഒരു ട്രഡീഷൻ്റെ അഗൻസ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഡണ്ണിൻ്റെയും കൂട്ടരുടെയൊക്കെ പോയിട്രി എന്ന് പറയുന്നത്. ആൻഡ് വിച്ച് ഇസ് വൈ കെയിം ദ മെറ്റഫിസിക്കൽ സ്കൂൾ ഓഫ് പോയിറ്റ്സ്. പിന്നെ ഹി വാസ് ബോൺ ആസ് എ കാത്തലിക്. ഈ കാത്തലിക്സ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അവരുടെ ഇടയിൽ ഒരു മൈനോറിറ്റി പോലെയാണ്. അപ്പം നമ്മൾ ഇന്ത്യയിൽ മാത്രമല്ല ഇങ്ങനെ നമ്മൾ ആലോചിക്കും, ഓക്കെ ഇന്ത്യയിൽ മാത്രമാണ് ഇങ്ങനത്തെ സംഭവമൊക്കെ ഉള്ളത്, ഇങ്ങനത്തെ കുറഞ്ഞ ജാതി കൂടി ജാതി, അവിടെ എല്ലാ സ്ഥലത്തും ഉള്ള സംഭവം തന്നെയാണ് ഇതൊക്കെ. അപ്പം ഹി വാസ് ബോൺ ആസ് എ കാത്തലിക് and later converted to Anglicanism and he even became an Anglican priest. Okay, അപ്പോൾ ഈ ജനിച്ച സമയത്ത് he was a minority community. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് he has faced. And he loved Anne Moore. Anne Moore എന്ന് പറയുന്നത് we'll come to it in detail later in the next slide. അപ്പം he married Anne Moore
അപ്പം ഹി റോഡ് ലവ് എലജീസ് ആൻഡ് സറ്റേഴ്സ് ഇൻ ദിസ് പീരിയഡ്. ഈ ആൻമോറുമായിട്ടുള്ള കോർട്ട്ഷിപ്പിലുള്ള പീരിയഡിലാണ് ഹി റോഡ് ഓൾ ദിസ് ലവ് എലജീസ് സറ്റേഴ്സ് ഒക്കെ. ആൻഡ് ആഫ്റ്റർ ഹിസ് കൺവേർഷൻ ടു ആംഗ്ലിക്കനിസം എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഹി ബിക്കെയിം മോർ സീരിയസ്, കുറച്ചുകൂടെ റിലീജിയസ് പോംസ് ഒക്കെ എഴുതാൻ തുടങ്ങി. ആൻഡ് ആ സമയത്ത് തന്നെയാണ് നമ്മുടെ ആൻമോർ മരിക്കുന്നത്. അപ്പോൾ തൊട്ട് ഹി ബിഗാൻ ടു റൈറ്റ് സീരിയസ് തീംഡ് പോംസ്. അപ്പം അതിനെയാണ് ഹോളി സോണറ്റ്സ് എന്ന് പറയുന്നത്. 19 ഹോളി സോണറ്റ്സ് ഉണ്ട്. ഇതൊക്കെ ജിതിൻ എടുത്തിട്ടുണ്ട്. ഐ സോ ദ വീഡിയോ. ആൻഡ് ഹി റോട്ട് ഇൻ എ സ്റ്റൈൽ അഗൻസ്റ്റ് എലിസബത്തൻ സ്റ്റൈൽ. അപ്പോൾ ഡണ്ണിൻ്റെ പോയിട്രി എന്ന് വെച്ചാൽ ഭയങ്കര ഇൻ്റലക്ച്വൽ ആ ഒരു രീതിയിലാണ് കാര്യങ്ങളൊക്കെ കാണുന്നത്. ഭയങ്കര ഒരു ബുജി സ്റ്റൈലാണ് ഡണ്ണിൻ്റെത്. ആൻഡ് ഭയങ്കര കോൺവെർസേഷണൽ സ്റ്റൈലാണ്. അല്ലാതെ ഇപ്പം നമ്മൾ എലിസബത്തൻ പീരീഡിലുള്ള മറ്റ് ഇത്തരം പെട്രാർക്കൻ ട്രഡീഷൻ ഫോളോ ചെയ്യുന്ന ആരുടെയും പോയിട്രി പോലെ അല്ല മെറ്റഫിസിക്കൽ പോയിറ്റ്സിൻ്റെ പോയിട്രി എന്ന് പറഞ്ഞാൽ. ഇനി എന്താണ് മെറ്റഫിസിക്കൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ, ഞാൻ എം എച്ച് എബ്രാഹിംസിലുള്ള സംഭവം എല്ലാം അതേപോലെ പോയിന്റ് ആയിട്ട് എഴുതിയിരിക്കുന്നതാണ്. ഇറ്റ്സ് നോട്ട് എനിത്തിങ് ദാറ്റ് ഐ മെയ്ഡ്, അല്ലെങ്കിൽ ഞാൻ കുറേ കമ്പൈൽ ചെയ്ത സാധനമൊന്നുമല്ല. ആൻഡ് നിങ്ങൾ എം എച്ച് എബ്രാഹിംസിനകത്തുള്ള എല്ലാം അറിയാൻ ബാധ്യസ്ഥരുമാണ്. ഓക്കെ, മെറ്റഫിസിക്കൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് റിബല്യൻ അഗൻസ്റ്റ് ദാറ്റ് മെല്ലിഫ്ലുവസ് പെട്രാർക്കൻ പോയിട്രി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര മ്യൂസിക്കലായിട്ടുള്ള ഭയങ്കര റൊമാൻറ്റിസൈസ് ചെയ്തിട്ടുള്ള സാധനത്തിനൊക്കെ അഗൻസ്റ്റ് ആയിട്ട് അതിനൊരു റിബല്യൻ ആയിട്ടാണ് മെറ്റഫിസിക്കൽ സ്കൂൾ വന്നത്. ആൻഡ് ദി സ്റ്റൈൽ വാസ് കോൺവെർസേഷണൽ. ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള ബിഗിന്നിങ്സ് ആണ്. ഇപ്പം നമ്മുടെ ഈ പോം തന്നെ ബിഗിൻ ചെയ്യുന്നത് ഡെത്ത് എന്നാണ് അവർ ബിഗിൻ ചെയ്യുന്നത്. അപ്പം ഏതെങ്കിലും ഒരു ലവ് പോം അങ്ങനെ ഒരു ഡെത്ത് എന്നാണോ ബിഗിൻ ചെയ്യുക? നമ്മളുടെ ഇപ്പം അങ്ങനത്തെ പോം നമ്മുടെ ഈ ടിപ്പിക്കൽ നമ്മുടെ മനസ്സിലൊക്കെ ഉള്ള ലവ് പോം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്മുടെ നെരൂദയുടെയൊക്കെ പോലത്തെ പോംസാണ് നമ്മുടെ മനസ്സിലുള്ളത്. പക്ഷേ മെറ്റഫിസിക്കൽ പോയിറ്റ്സിൻ്റെ പോംസ് അങ്ങനെയല്ല. ഭയങ്കര ഷോക്കിംഗ് ബിഗിന്നിങ്സ് ആണ്, ഇൻ്റലക്ച്വൽ വിറ്റാണ്. അത് നമുക്ക് ഈ ഒരു പോം വായിക്കുന്നത് ഇറ്റ്സ് വെരി ടിപ്പിക്കൽ ഓഫ് ദ മെറ്റഫിസിക്കൽ പോയിട്രി. പിന്നെ സിലോജിസ്റ്റിക് ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്, മെറ്റഫിസിക്കൽ കൺസെപ്റ്റ്സ് ഉണ്ട്. പിന്നെ കാർപ്പേഡിയം ഫിലോസഫി പൊതുവേ ഇതിനകത്തൊക്കെ റിഫ്ലക്റ്റ് ചെയ്യാറുണ്ട്. വാട്ട് ഇസ് കാർപ്പേഡിയം ഫിലോസഫി? സീസ് ദ മൊമെന്റ് എന്നുള്ളതാണ്. പക്ഷെ അതേസമയം അവർക്ക് മുന്നേ ഉള്ള പോയിന്റ്സ് ഒക്കെ എന്ന് വെച്ചാൽ എവർലാസ്റ്റിംഗ് ലവ്. അപ്പോൾ അതിനൊക്കെ കുറച്ച് ഒപ്പോസ്ഡ് ആയിട്ടുള്ളതാണ് ഇവരുടെ കാർപ്പേഡിയം ഫിലോസഫി എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ മൊമെന്റ് വാട്ട് എവർ ഇറ്റ് ഇസ് ലെറ്റ്സ് എൻജോയ് ഇറ്റ് എന്നുള്ളതാണ് ഇവരുടേത്. പിന്നെ സാമുവൽ ജോൺസണാണ് ഈ മെറ്റഫിസിക്കൽ എന്നുള്ള ടേം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. ഇൻ ഹിസ് ലൈഫ് ഓഫ് കൗലിയുടെ ലൈഫ് ഓഫ് കൗലിക്കകത്താണ് ഇത് വരുന്നത്. ആൻഡ് ഈ നമ്മുടെ മെറ്റഫിസിക്കൽ സ്കൂൾ ഓഫ് പോയിറ്റ്സിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഈ മെറ്റഫിസിക്കൽ പോയിട്രി സെക്യുലർ പോംസ് എഴുതുന്ന ആളുകളും ഉണ്ട്, അതേപോലെ തന്നെ റിലീജിയസ് പോംസ് എഴുതിയ ആളുകളും ഉണ്ട്. സെക്യുലർ പോംസ് എഴുതിയത് ക്ലീവ്ലാൻഡ്, മാർവൽ, ആൻഡ്രൂ മാർവൽ, കൗലി ഒക്കെയാണ്. ദെൻ റിലീജിയസ് പോംസ് എഴുതിയത് ഹെർബർട്ട്, വോൺ, ക്രോഷ ആൻഡ് ട്രഹേർഡ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ജസ്റ്റ് ദാറ്റ് ഐ എം മേക്കിംഗ് യു റിമെമ്പർ. ഓക്കെ, ഇനി നമ്മുടെ ഡണ്ണിൻ്റെ ലൈഫ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഹി വാസ് ബോൺ ഇൻ എ റോമൻ കാത്തലിക് ഫാമിലി. ഒരു എല്ലാം മിസ്സിംഗ് ആണ് ഫാമിലിയിൽ. ഓക്കെ, ഇൻ 1572 ആൻഡ് ഹി സ്റ്റഡീഡ് ലോ ഇൻ ദ 1590s. അപ്പം ആ സമയത്തുള്ള എല്ലാവരും കുറച്ചൊരു റെപ്യൂട്ടേഷൻ കിട്ടാൻ വേണ്ടി ചെയ്യുന്നൊരു കാര്യമാണ് ലോ പഠിക്കാൻ പോകുക എന്നുള്ളത്. അതിപ്പം നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ തന്നെയാണ്. ഇപ്പം പൊതുവെയുള്ള പൊളിറ്റീഷ്യൻസ് എല്ലാം പോകുന്നൊരു കോഴ്സാണ് LLB എന്ന് പറഞ്ഞത്. ബിക്കോസ് ദേ വോണ്ട് ടു ഷോ ദറ്റ് ഓക്കെ ഞാൻ കുറച്ച് എന്തൊക്കെയോ ആണ്, ഐ നോ സംതിങ് ഓഫ് ദ റൂൾ ഓഫ് ദ ലാൻഡ്. അങ്ങനത്തെ അതേ സംഭവം തന്നെയാണ് നമ്മുടെ ലണ്ടനിലും ഉള്ളത്. അപ്പോൾ ഹി വെൻ ടു സ്റ്റഡി ലോ ഇൻ ദ 1590s. അപ്പം ആ പീരീഡിലാണ് ഹി റൈറ്റ്സ് ഇറോട്ടിക് ആയിട്ടുള്ള പോംസ് ഒക്കെ എഴുതുന്നത്. ആൻഡ് ഹി ഡിഡ് നോട്ട് ഗെറ്റ് എനി യൂണിവേഴ്സിറ്റി ഡിഗ്രി ഫ്രം ഓക്സ്ഫോർഡ് ഓർ കേംബ്രിഡ്ജ്. ആൻഡ് ഇവർ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിലായതുകൊണ്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഡണ്ണിൻ്റെ ലൈഫിലുണ്ട്. ആൻഡ് ഹിസ് ബ്രദർ വാസ് ഇംപ്രിസൺഡ് ഫോർ കാത്തലിസിസം ഇൻ 1593. മാം സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഇല്ല മാം, കാണുന്നില്ല. സോറി, ആരെങ്കിലും ഒന്ന് പറയുന്നില്ല. ഇല്ല, നേരത്തെ ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ, ഞാനൊന്ന് വിട്ടുപോയതാ, സോറി. ഞാൻ അത് നിങ്ങൾ കാണുന്നുണ്ടെന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ്. ഒരു മിനിറ്റ്, നിങ്ങൾ എൻ്റെ മുഖം നോക്കിയിരിക്കുമായിരുന്നു അല്ലേ? ഇപ്പോൾ ജസ്റ്റ് എ മിനിറ്റ്. ഇപ്പൊ കാണുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ ആരെങ്കിലും ഒന്ന് ഇപ്പോഴും കാണുന്നില്ലേ? ഷുഡ് ബി സീയിങ് ഇറ്റ്. കാണുന്നില്ലേ? ഇല്ലില്ല, കാണുന്നില്ല. കാണുന്നില്ലേ? ഓക്കെ. ഓക്കെ, ഞാൻ ഈ സ്ലൈഡാണ് നേരത്തെ കാണിച്ചത്. നത്തിങ്, പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് സ്ലൈഡിൽ ഉള്ളത്. വേഗം ഒന്ന് നോക്കിക്കോ, ഒരു 2 minutes. പ്രത്യേകിച്ചൊന്നുമില്ല, പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ പോയിൻ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഹിസ് ബ്രദർ വാസ് ഇംപ്രിസൺഡ് ഫോർ കാത്തലിസിസം ഇൻ 1593. പിന്നെ പുള്ളിയുടെ ആ സമയത്ത് എന്താണ്
തീംസ് എന്ന് പറയുന്നത് പൊതുവെ വിമൻ ലിറ്ററേച്ചർ അതൊക്കെയാണ് പുള്ളിയുടെ ഏരിയാസ് ഓഫ് ഇൻട്രസ്റ്റും അതൊക്കെയായിരുന്നു. ആൻഡ് ഈ ട്രാവൽഡ് വിത്ത് ഏൾ ഓഫ് എസെക്സ് ആൻഡ് വാൾട്ടർ റാലെ ഓൺ കൊളോണിയൽ മിഷൻസ് 1590s. അപ്പം അതുകൊണ്ട് തന്നെ പോയിട്രിയിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ഹി കൺവേർട്ടഡ് ടു ആംഗ്ലിക്കൻ റിലീജിയൻ ഇൻ ദ ലേറ്റ് 1590s. ഓക്കെ, ആൻഡ് ഹി ബിക്കെയിം ദ മെമ്പർ ഓഫ് പാർലമെന്റ് ഇൻ 1601. And he was private secretary to Lord Egerton. Why this point is important? Because ഈ ലോർഡ് ഈഗർട്ടണിൻ്റെ നീസിനെയാണ് നമ്മുടെ ഡൺ മാരീഡ് ആൻഡ് കോട്ടഡ് ആൻഡ് ഓൾ ദാറ്റ്. അപ്പോൾ അത് ആ കാരണം കൊണ്ട് ഈ ഒരു ലവ് അഫെയർ കൊണ്ട് തന്നെ ഹി ഹാസ് സഫേർഡ് എ ലോട്ട്. ആക്ച്വലി ഹി വാസ് ബ്രീഫ്ലി ഇംപ്രിസൺ ഫോർ കുറച്ച് സമയം. പിന്നെ അതൊന്നും നടക്കുന്നില്ല എന്ന് കാണുമ്പോഴാണ് ഈഗർട്ടൺ പിന്നെ അവരുമായിട്ട് റീകൺസൈൽ ചെയ്യുന്നത്. ആൻഡ് ഇവർക്ക് രണ്ടുപേർക്കും ആൻമൂറിനും ഡണ്ണിനും കുറേ ഇൽനെസ്സസ് ഒക്കെ അത് കഴിഞ്ഞ് ദേ ഹാഡ് ടു ഫേസ്. പിന്നെ അവർക്ക് 12 കുട്ടികളുണ്ടായിരുന്നു. അപ്പം അതൊക്കെ തന്നെ ഈ ഒരു ഇത്രയും ആളുകളെ പോറ്റുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ ടാസ്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹി വാസ് ലിവിങ് ഇൻ പോവേർട്ടി, ഇൽനെസ്, കുറേ പ്രശ്നങ്ങൾ ഈ ഒരു ലവ് അഫെയറിന് ശേഷം ഹി ഹാഡ് ടു ഫേസ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ ലൈഫിലുള്ള ഇത്രയും ഹാർഡ്ഷിപ്സ് കൊണ്ട് തന്നെ ആയിരിക്കണം മേ ബി ഹിസ് പോയട്രി ടുക്ക് എ സീരിയസ് ടേൺ ആഫ്റ്റർ ഓൾ ദിസ്. ആൻഡ് ഹി വാസ് അപ്പോയിൻറ്റഡ് ആസ് എ റോയൽ ചാപ്ലൈൻ ഇൻ 1615. അപ്പോൾ നമ്മുടെ വൈഫ് നമ്മുടെ ആൻമൂർ അത് കഴിഞ്ഞൊരു 1617 ആകുമ്പോൾ മരിക്കുന്നുമുണ്ട് ആഫ്റ്റർ ഗിവിംഗ് ബർത്ത് ടു ദ 12th ചൈൽഡ്. ആൻഡ് ഹി ഗെയിൻ ഫെയിം ആസ് എ പ്രീച്ചർ. അതായത് നമ്മുടെ ആംഗ്ലിക്കനിസത്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് ഹി ഗെയിൻസ് ഫെയിം ആസ് എ പ്രീച്ചർ. ആൻഡ് റോബർട്ട് ഡ്രൂറി വാസ് ഹിസ് പേട്രൺ. പിന്നെ പുള്ളിയുടെ ലൈഫ് ടൈമിൽ ഒരു പോയിട്രിയും പബ്ലിഷ് ചെയ്തിരുന്നില്ല. ബട്ട് പീപ്പിൾ ന്യൂ അബൌട്ട് ഹിം ബിക്കോസ് മാനുസ്ക്രിപ്റ്റ്സിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൈമാറി ദാറ്റ്സ് ഹൗ എവ്രി വൺ നോസ് ദാറ്റ് ഡൺ യൂസ് ടു റൈറ്റ് പോയിട്രി. പക്ഷേ ഒന്നും മാത്രമല്ല അധികം ഫെയിമും ഒന്നും പുള്ളിയുടെ ലൈഫ് ടൈമിൽ പുള്ളിക്ക് കിട്ടിയിട്ടില്ല. നമ്മുടെ ഈവൻ ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്യപ്പെടുകയാണ് ചെയ്തത് ഫോർ ഹിസ് സ്റ്റൈൽ ഓഫ് പോയിട്രി. നമ്മുടെ TS എലിയറ്റ് എടുത്തിട്ട് ഡണ്ണിനെ കുറിച്ച് പറയുമ്പോഴാണ് എല്ലാവരും കുറച്ച് അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങുന്നതും ഒക്കെ. മോഡേണിസം ആ പീരീഡിലാണ് പുള്ളിയെ കുറച്ച് അപ്രീഷിയേഷനൊക്കെ അവർക്ക് കിട്ടുന്നത്. അപ്പം അതുവരെ എല്ലാവരും ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്തിട്ടാണ് ഉള്ളത്. കുറച്ച് ഇമ്പോർട്ടൻറ്റ് കോട്ട്സ് ആണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ഈ ഇയേഴ്സ് ഒന്നും ഇപ്പം നമ്മൾ നേരത്തെ സ്ലൈഡ്സിൽ നോക്കിയാലും ഇതിനകത്ത് നിങ്ങൾ ആകെ ഓർത്തിരിക്കണം എന്നുള്ളത് ഈ മേ ബി 1572 to 1631 നോട്ട് ഇൻ ദ സെൻസ് അത് എക്സാമിന് ചോദിക്കുന്നുള്ളത് കൊണ്ടല്ല. ബിക്കോസ് നമുക്കും ഒരു ഐഡിയ വേണ്ടേ മനസ്സിൽ ഓരോ പോയിറ്റ്സും ഏത് പീരിയഡിലാണ് ആർക്ക് ശേഷമാണ് ആരുള്ളത്, ആ ഒരു ക്രോണോളജി ഓർക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡൺ 1572 to 1631 അത് അങ്ങനെയാണ് ഓർത്തിരിക്കുക. ദെൻ എലിസബത്തൻ പീരിയഡിലും ജേക്കോബിൻ പീരിയഡിലും 2 പീരിയഡിലും ലിവ് ചെയ്ത ഒരാളാണ്. അതൊന്നും ഓർക്കാൻ ബുദ്ധിമുട്ടില്ല. ദെൻ ഈ ഹോളി സോണറ്റ്സ് എത്ര എണ്ണമാണെന്നുള്ളത് 19 ഹോളി സോണറ്റ്സ് ആണ്. അപ്പോൾ അത് ഒരു ഒബ്ജക്റ്റീവ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ദെൻ HSST പിള്ളേർ മേ ബി വി ഡോണ്ട് നോ വെദർ ഇറ്റ് ഇസ് ഡിസ്ക്രിപ്റ്റീവ് ഓർ ഒബ്ജക്റ്റീവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് ഇങ്ങനത്തെ ടേംസ് ഓർത്തിരിക്കണം. സെറിബ്രൽ, ഇൻ്റലക്ച്വൽ, കോൺവെർസേഷണൽ സ്റ്റൈൽ. അപ്പം ഈ കീ പോയിന്റ്സ് ആയിരിക്കും ഡിസ്ക്രിപ്റ്റീവ് ആണെങ്കിൽ അവർ ഉണ്ടാവും. ഡിസ്ക്രിപ്റ്റീവ് ആകാതിരിക്കട്ടെ ബട്ട് സ്റ്റിൽ. പിന്നെ നിങ്ങൾ മെറ്റഫിസിക്കൽ സ്കൂളിൻ്റെ കാര്യം ഇതിനകത്ത് ആകെ ഓർത്തിരിക്കേണ്ട ഈ സാമുവൽ ജോൺസൺ ഇത് നെറ്റ് എക്സാമിനൊക്കെ സ്ഥിരം ചോദിക്കുന്നതിന് ക്വസ്റ്റ്യനാണ്. മെറ്റഫിസിക്കൽ എന്ന് പറയുന്ന ടേം ആദ്യമായിട്ട് യൂസ് ചെയ്ത ആരാണ്? ലൈഫ് ഓഫ് കൗലിയിൽ ജോൺസൺ ആണ്. പിന്നെ അറിയാലോ മെറ്റഫിസിക്കൽ സ്കൂൾ ഓഫ് പോയിറ്റ്സ് ആരൊക്കെയാണെന്നുള്ളത് അറിയണം. ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഇതിനകത്ത് നിങ്ങൾ ഈ ഇയേഴ്സ് ഒന്നും ഓർത്തിരിക്കേണ്ട. ബട്ട് റിമെമ്പർ ഹി വാസ് എ കാത്തലിക് ആൻഡ് ദെൻ ഹി കൺവേർട്ടഡ് ടു ആംഗ്ലിക്കൻ. ദെൻ പിന്നെ നിങ്ങൾ ഇതിനകത്ത് ഓർത്തിരിക്കേണ്ടത് ഈ നമ്മുടെ ലോർഡ് ഈഗർട്ടൻ്റെ പേര് ഒന്ന് ഓർത്തിരിക്കണം. ബിക്കോസ് ഈഗർട്ടണിൻ്റെ നീസിനെയാണ് പുള്ളി മാരി ചെയ്യുന്നത്. ഐ തിങ്ക് ഈവൻ ആഫ്റ്റർ ദിസ് ക്ലാസ് വിൽ ബി ഏബിൾ ടു റിമെമ്പർ. പിന്നെ ഇവരുടെ പോവർട്ടിയുടെ കാര്യമൊക്കെ ഒന്ന് മനസ്സിൽ വെക്കണം കേട്ടോ. അതൊക്കെ പുള്ളിയുടെ വർക്ക്സിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. പിന്നെ റോബർട്ട് ഡ്രൂറിയുടെ പേരൊന്ന് ഓർത്ത് വെക്കണം. വൈ ഐ വിൽ ടെൽ യു വൺസ് വി ബിഗിൻ ദ പോം. പിന്നെ ഈ കോട്ട്സ് ഒക്കെ ഓർത്തിരിക്കണം. He affects the metaphysics not only in his satires but in his amorous verses. ഇതൊന്നും ഡണ്ണിനെ പ്രൈസ് ചെയ്ത് പറയുന്ന സാധനമല്ല. ഇവർക്ക് എല്ലാവർക്കും ഹി വാസ് ഹാർഷ്ലി ക്രിട്ടിസൈസ്ഡ്. ഓക്കെ, ഭയങ്കര ക്രൂവലി ക്രിറ്റിസിസംസ് ഏറ്റുവാങ്ങിയ ഒരു മനുഷ്യനാണ് ഡൺ എന്ന് പറയുന്നത്. ഹി അഫക്ട്സ് ദ മെറ്റഫിസിക്സ് നോട്ട് ഓൺലി ഇൻ ഹിസ് സറ്റയേഴ്സ് ബട്ട് ഇൻ ഹിസ് ആമറസ് വേഴ്സസ്. അപ്പം ഡ്രൈഡൻ പറയുന്നത് പുള്ളി സറ്റയേഴ്സ് മാത്രമല്ല ഈ ഒരു മെറ്റഫിസിക്കൽ സ്റ്റൈൽ എഴുതി, ബട്ട് ഓൾസോ ഈ ഇത്തരം ലവ് പോംസ് എഴുതിയിട്ടുണ്ട്. ബട്ട് ലവ് പോംസ് ഒരിക്കലും അങ്ങനെ എഴുതേണ്ട ഒന്നല്ല, ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് എഴുതേണ്ട ഒരു സാധനമാണ്. അപ്പം ഹീസ് ഡിസ്ട്രോയിങ് ഇറ്റ് എന്നുള്ളതാണ് ഡ്രൈഡൻ ഓൾസോ ട്രൈ ടു പുട്ട് ഫോർത്ത്. പിന്നെ ഡൺ ഫോർ നോട്ട് കീപ്പിംഗ് ഓഫ് ആക്സെൻറ്റ് ഡിസേർവ്ഡ് ഹാങ്ങിങ്. അപ്പം ആ ഒരു പ്രോപ്പർ ഫോം കീപ്പ് ചെയ്യാത്തതിന് ഹി ഡിസേർവ്ഡ് ഹാങ്ങിങ് എന്നാണ് ബെൻ ജോൺസൺ പറഞ്ഞത്. ദെൻ ഡോക്ടർ ജോൺസൺ, ദ വിറ്റ് ഓഫ് മെറ്റഫിസിക്കൽ പോയിറ്റ്സ് ഇസ് എ കൈൻഡ് ഓഫ് ഡൈക്കോഡിയ കൺസേൺസ്, എ കോമ്പിനേഷൻ ഓഫ് ഡിസിമിലർ ഇമേജസ്
അറിയാലോ, അത് ഡോക്ടർ ജോൺസന്റെ ആണ്. അഗൈൻ ദിസ് ഓൾസോ ദ മോസ്റ്റ് ഹെറ്ററോജീനസ് ഐഡിയാസ് ആർ യോക്ഡ് ബൈ വയലൻസ് ഓൾ ടുഗെദർ. ഒട്ടും ചേരാത്ത സാധനങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് ചേർത്തൊരു സാധനമാണ് മെറ്റഫിസിക്കൽ പോയട്രി എന്നാണ് ജോൺസന്റെ. അത് എവ്രിബഡി നോസ് ഇറ്റ്. അപ്പം പക്ഷെ ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കണം. ഓക്കെ, ദെൻ വാലഡിക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് വാസ് റിട്ടൺ ഇൻ 1611. ഈ എന്താണ് നമ്മുടെ ഇയാൾ ഈസ് ഗോയിങ് ടു ഫ്രാൻസ്. അപ്പം ആ ഒരു ഒക്കേഷനിൽ ആൻ മൂറിന് വേണ്ടി എഴുതിയൊരു സാധനമാണ് ഈ വാലഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ് എന്ന് പറയുന്ന സാധനം. It's a very personal poem where the poet addresses his beloved and confesses his true love and devotion for her. Okay, and the poem depicts the union of true lovers even when they are physically separated. അവർ അടുത്തില്ലെങ്കിൽ പോലും ഹൗ മച്ച് എന്താ ഒരു സെപ്പറേഷൻ അവരെ എഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള സംഭവം പറയുന്ന ഒരു പോമാണ് ബേസിക്കലി വാലഡിക്ഷൻ. ഇറ്റ് വാസ് റിട്ടൺ ഇൻ 1611 or 1612. പിന്നെ ഫോർ ഹിസ് വൈഫ് ആൻ ബിഫോർ ഹി ലെഫ്റ്റ് ഓൺ എ ട്രിപ്പ് ടു ഫ്രാൻസ് വിത്ത് റോബർട്ട് ഡ്യൂറി. അപ്പോൾ റോബർട്ട് ഡ്യൂറി വാസ് ഹിസ് പേട്രൺ. റോബർട്ട് ഡ്യൂറിയുടെ കൂടെ ഹി വാസ് ഗോയിങ് ടു ഫ്രാൻസ് ഓർ ജർമ്മനി, ഏതാണെന്നുള്ളതിനകത്ത് ദർ ഇസ് എ കൺഫ്യൂഷൻ, ബട്ട് ദാറ്റ് ഡസൻറ്റ് മാറ്റർ. റോബർട്ട് ഡ്യൂറിയുടെ കൂടെയാണ് പോയത് ആൻഡ് ഇറ്റ് വാസ് റിട്ടൺ ഫോർ ആൻ മൂർ. അത് ഓർത്തിരിക്കണം. ഇറ്റ്സ് എ 36 ലൈൻഡ് പോയം, 4 ലൈൻസ് വീതമുള്ള 9 stanzas. So 9 into 4, 36. So it's a 36 lined poem. And it was first published in 1633 collection Songs and Sonnets-ലാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ അത് ഓർക്കണം. ദെൻ ഇതിൻ്റെ റൈം സ്കീം എന്ന് പറഞ്ഞാലും ആ 4 ലൈനിലും എ ബി അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുമുണ്ട്. ആൻഡ് അതിൻ്റെ മീറ്റർ എന്ന് പറഞ്ഞാൽ അയാമിക് ടെട്രാമീറ്റർ ആണ്. ഓക്കെ, ഇത് ഓർത്തിരിക്കണം. ഇത് അത്യാവശ്യം ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇത്തരം ബേസിക് ഫാക്ട്സ് ഒക്കെ ഐ ഹാവ് ഇൻക്ലൂഡഡ്. ഇനി ലെറ്റ്സ് മൂവ് ഇൻ ടു ദ പോം. As virtuous men pass mildly away and whisper to their souls to go, while some of their sad friends do say the breath goes now and some say no. അപ്പം പോം ബിഗിൻ ചെയ്യുന്നത് തന്നെ വേർച്വസ് മെൻ ഡൈ ചെയ്യുന്നതിനെ കുറിച്ച് പറയാണ്. അതായത് നല്ല മനുഷ്യർ ആസ് വേർച്വസ് മെൻ പാസ് മൈൽഡ്ലി അവേ ആൻഡ് വിസ്പർ ടു ദിയർ സോൾസ് ടു ഗോ. അപ്പം വാട്ട് ഡു വേർച്വസ് മെൻ ഡു വെൻ ദേ ആർ അബൌട്ട് ടു ഡൈ? ദേ വിസ്പർ ടു ദിയർ ഓൺ സോൾസ് ടു ഡൈ. അതായത് അവർ സൈലൻ്റ്ലി ആ ഒരു ഡെത്ത് അക്സെപ്റ്റ് ചെയ്യും. സോൾസിനോട് നമുക്ക് പോകാം എന്നുള്ള സാധനം പറയുന്നു എന്നുള്ളതാണ്. സോ അവർ സൈലൻ്റ്ലി ഈ ഡെത്തിനെ ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് വൈൽ സം ഓഫ് ദിയർ സാഡ് ഫ്രണ്ട്സ് ഡു സേ ദി ബ്രെത്ത് ഗോസ് നോ. അപ്പം ഇത് കാണുന്നവർക്ക് ഇത്രയും കാമായിട്ടൊരാൾ കിടക്കുമ്പോൾ ചുറ്റും നിൽക്കുന്ന ആളുകൾക്ക് സംടൈംസ് ദേ ആർ കൺഫ്യൂസ്ഡ് വെദർ ദിസ് പേഴ്സൺ ഇസ് ഡൈയിങ് ഓർ നോട്ട് ഡൈയിങ്. അപ്പം ആ ഒരു സിറ്റുവേഷനിലാണ് അത്രയ്ക്ക് കാമായിട്ടാണ് വെർച്വസ് മെൻ ഡൈ ചെയ്യുന്നത്. ആൻഡ് ഇത് നിങ്ങൾ അല്ലെങ്കിൽ ഇപ്പം തന്നെ വായിച്ചേക്കാം. വെർച്വസ് മെൻ ആർ നോട്ട് അഫ്രൈഡ് ഓഫ് ഡെത്ത്. ദേ ജെൻലി വിസ്പർ ടു ദിയർ സോൾസ് ടു ലീവ് ദിയർ ബോഡീസ്. ഇറ്റ്സ് ഓൺലി ഓർഡിനറി പീപ്പിൾ ഹു ആർ ടെററൈസ്ഡ് ബൈ ദ അപ്രോച്ച് ഓഫ് ഡെത്ത്. അപ്പം ഈ സാധാരണ മനുഷ്യരാണ് മരണം വരുമ്പോഴേക്കും ഭയങ്കരമായിട്ട് വെപ്രാളപ്പെടുകയും ഭയങ്കര സ്കെയർഡ് ആവുകയൊക്കെ ചെയ്യുന്നത്. ബട്ട് വെർച്വസ് മെൻ ദേ ആർ നോട്ട് അഫ്രൈഡ് ഓഫ് ഡെത്ത്. ദേ ആർ അലാർംഡ് വെൻ ദ വെർച്വസ് മെൻ ഡൈസ് സ്ലോലി ബട്ട് ഷ്യൂർലി. Not being sure whether the virtuous man is dying or reviving, they keep oscillating between despair and hope. ചുറ്റും നിൽക്കുന്ന ആളുകളുടെ കാര്യമാണ്. And some observe that the virtuous man's breath is going and some say that it is not. The observers are tense and panic stricken. അപ്പോൾ ചുറ്റും നിൽക്കുന്നവർക്കാണ് പേടിയും പാനിക്കും എല്ലാം. But the virtuous man remains calm. He is not at all affected by the prospect of impending death. In the second stanza, അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. ഒരു ഐഡിയ ഇസ് ബ്രോക്കൺ ഇൻ ദ ഫസ്റ്റ് stanza and it continues to the next stanza. So let us melt and make no noise. No tear floods, no sigh tempests move. It were profanation of our joys to tell the lady our love. അപ്പം ഈ ഫ്രേസസ് ഒക്കെ ഓർത്തിരിക്കണം. ടിയർ ഫ്ലഡ്സ്, സൈ ടെമ്പസ്റ്റ്, ഇതൊക്കെ. അപ്പോൾ നമ്മൾ ഡൺ എന്താ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഐസൊക്കെ മെൽറ്റ് ചെയ്യുമ്പോൾ ആ ഒരു സ്മൂത്ത്നെസ് ഇല്ലേ, ആ ഒരു ഈസോട് കൂടി വേണം നമുക്ക് പിരിയാൻ വേണ്ടിയിട്ട്. വി വോണ്ട് മേക്ക് എനി നോയ്സ്. നോ ടിയർ ഫ്ലഡ്സ്, നോർ സൈ ടെമ്പസ്റ്റ് മൂവ്. അപ്പം നമ്മളുടെ അപ്പം ഇതെന്ന് വെച്ചാൽ ഈ സ്മോക്കിംഗ് അറ്റ് ദ പെട്രാർക്കൻ വേ ഓഫ് റൈറ്റിംഗ് പോയിട്രി. അപ്പോൾ പെട്രാർക്കൻ സ്റ്റൈലിൽ പോംസ് എഴുതുമ്പോഴാണ് എന്താണ് നമ്മുടെ കണ്ണീര് കൊണ്ട് ഫ്ലഡ്സ് ഉണ്ടാവുക, നമ്മുടെ സൈസ്, നമ്മുടെ ദീർഘനിശ്വാസം കൊണ്ട് ടെമ്പസ്റ്റായി മാറുക. അപ്പം നമ്മൾ തമ്മിൽ പിരിയുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവരുത്. നമുക്ക് ലെറ്റസ് സെപ്പറേറ്റ് ആസ് ഈസിലി ആസ് ഐസ് മെൽറ്റ്സ്. വി വോണ്ട് മേക്ക് എനി നോയ്സ്. It were profanation of our joys to tell the lady our love. Lady എന്ന് വെച്ചാൽ കോമൺ മാൻ. അപ്പോൾ it were profanation of our joys. Profanation എന്ന് പറഞ്ഞാൽ എന്താണ്?
ഓപ്പോസിറ്റ് ഓഫ് സേക്രഡ് ആണ് പ്രൊഫനേഷൻ എന്ന് പറഞ്ഞാൽ. അതായത് ഒരു ഡീബേസിങ് ആണ്. നമ്മുടെ തന്നെ പ്രണയത്തെ നമ്മളങ്ങ് കൊച്ചാക്കി കളയുവാണ്. ഇങ്ങനെ എല്ലാവരോടത്തും എല്ലാവരും നമ്മുടെ ഒരു സ്നേഹത്തെക്കുറിച്ച് അറിയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലവ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഡിവൈൻ, ഇറ്റ്സ് വെരി സേക്രഡ്. അപ്പം നമ്മളത് ഇങ്ങനത്തെ സാധാരണക്കാരെയൊക്കെ അറിയിക്കുക എന്ന് പറഞ്ഞാൽ വി ആർ ഡീബേസിങ് ദ ലവ് വി ഹാവ്. അപ്പോൾ വെൻ വി സെപ്പറേറ്റ് there should be no noise, no tear floods, we won't make any tempest by sighing. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമില്ല. we'll separate as easily as we can. In the same way, അപ്പോൾ ഇത് വായിക്കാം. In the same way, the poet wants his wife not to be agitated by the prospect of a separation. Usually floods of tears are shed and tempestuous sighs are heaved by the wife when her husband is about to depart from her. അപ്പോൾ നമ്മൾ പക്ഷേ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ബട്ട് പോയിന്റ് കൺസിഡർ സച്ച് എൻ ആക്ഷൻ ആസ് വെരി കോഴ്സ് ആൻഡ് പ്രൊഫൈൻ. ഭയങ്കര ഒരു ഡീബേസ് ആയിട്ടുള്ള ഒരു ക്ലാസ് ഇല്ലാത്ത സ്വഭാവമാണത്. ദ പോയിന്റ് ഡസ് നോട്ട് വാണ്ട് ഹിസ് വൈഫ് ടു മേക്ക് എനി നോയ്സി സീൻസ് ഇൻ ഓർഡർ ടു ഇംപ്രസ് ദ ലേറ്റി അബൌട്ട് ദ സ്ട്രെങ്ത് ഓഫ് എ ലവ് ഫോർ ഹസ്ബൻഡ്. അപ്പം ഓൾസോ ഡണ്ണിൻ്റെ കോൺസെപ്റ്റ് ഓഫ് ഹിസ് ലവർ എങ്ങനെയാണെന്നുള്ളതും കൂടിയാണ് ഇതിനകത്തൂടി പറയുന്നത്. ഇങ്ങനെ ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു വൈഫിനെ അല്ല പുള്ളി ആഗ്രഹിക്കുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ക്രൈങ് നോയ്സ്ലി, the poet and his wife melt and fuse together quietly. Third stanza. Moving of the earth brings harms and fears. Men reckon what it did and meant, but trepidation of the spheres, though greater far, is innocent. അപ്പോൾ ആൾ പറയുന്നത് നമ്മുടെ ഏർത്ത് മൂവ് ചെയ്യുമ്പം, അതായത് എർത്ത് ക്വേക്ക് ഉണ്ടാകുമ്പം ഇറ്റ് ബ്രിങ്സ് ഹാംസ് ആൻഡ് ഫിയേഴ്സ്. എല്ലാവരും പേടിക്കും, ഭയങ്കര പ്രശ്നമാണ്. അതെന്ത് ചെയ്തു, എന്തുകൊണ്ടുണ്ടായി, ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ ചർച്ച ചെയ്യും, ഭയങ്കര പ്രശ്നമാകും നമ്മുടെ ഏർത്ത് മൂവ് ചെയ്യുമ്പം. ബട്ട് ട്രെപ്പിഡേഷൻ ഓഫ് ദ ഫിയേഴ്സ്, അതായത് നമ്മുടെ ഏർത്തിൻ്റെ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ പ്ലാനറ്റ്സ് മൂവ് ചെയ്യുമല്ലോ, അപ്പം അത് വിച്ച് ഇസ് ഈവൻ എ ഗ്രേറ്റർ മൂവ്മെൻറ്റ് ദാൻ എ സില്ലി എർത്ത് ക്വേക്ക്. പക്ഷേ ദാറ്റ് ഈസ് ഇന്നസെൻറ്റ്. അത് ആരും അറിയുന്നില്ല, ആരും ചർച്ച ചെയ്യുന്നില്ല, ഒരു ഹാമോ ഉണ്ടാക്കുന്നില്ല. അപ്പം നമ്മളുടെ സെപ്പറേഷനും ഷുഡ് ബി ലൈക്ക് ദ ട്രെപ്പിഡേഷൻ ഓഫ് ദ സ്ഫിയേഴ്സ്. പക്ഷേ ട്രെപ്പിഡേഷന് മറ്റൊരു മീനിങ്ങും കൂടി ഉണ്ട്, ട്രെംബ്ലിങ് എന്നുള്ള, ലിറ്ററൽ ട്രെംബ്ലിങ് എന്നുള്ളത്. പക്ഷേ അപ്പം ആ ഒരു വേർഡ് തന്നെ രണ്ട് മീനിങ് കൊണ്ടുവരാണ്. അതായത് അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഉള്ളിൽ മേ ബി ഇറ്റ് ക്രിയേറ്റ്സ് ഒരുപാട് പ്രശ്നം, പക്ഷേ സ്റ്റിൽ അത് പുറത്താരും അറിയില്ല, നമ്മൾ അങ്ങനെ ഒരു ഡ്രമാറ്റിക് ഷോ ഒന്നും നടത്തത്തില്ല. അപ്പോൾ മൂവിങ് ഓഫ് ദ എർത്ത് ബ്രിങ്സ് ഹാംസ് ആൻഡ് ഫിയേഴ്സ്, മെൻ റെക്കൺ വാട്ട് ഇറ്റ് ഡിഡ് ആൻഡ് മെന്റ്, പക്ഷേ അവർ ലവ് ഇസ് ലൈക്ക് ദ ട്രെപ്പിഡേഷൻ ഓഫ് ദ സ്ഫിയേഴ്സ്, ദോ ഗ്രേറ്റർ ഫാർ ഇറ്റ്സ് ഇന്നസെൻറ്റ്. അപ്പം എർത്ത് ക്വേക്ക് ടെറിഫൈസ് പീപ്പിൾ കീപ് കാൽക്കുലേറ്റിംഗ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് ദ ഡിസ്ട്രക്ഷൻ കോസ്ഡ് ബൈ ദ എർത്ത് ക്വേക്ക്. ദേ കീപ് ടോക്കിംഗ് ഓഫ് ദ ഡേഞ്ചേഴ്സ് പോർട്ടൻറ്റഡ് ബൈ, ആരൊക്കെ മരിച്ചു, എത്ര പേര് മരിച്ചു, ഇങ്ങനത്തെ പല കാര്യങ്ങളും നമ്മളൊരു എർത്ത് ക്വേക്ക് വരുമ്പോൾ ചർച്ച ചെയ്യും. All people are alarmed at the outbreak of the earthquake, but nobody is frightened by the movement of planetary bodies, though it is certainly of far greater importance than the earthquake. അല്ലേ, earthquake-ന്റെ വളരെ സില്ലി ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ്. Similarly, only sensual lovers are pained at the prospect of separation. But the people like the poet and his wife, who have risen above sensuality, are not at all perturbed by the thought of separation. അപ്പോൾ നമ്മളുടെ പോയിന്റിനെ വൈഫിനെ പോലെ ഒട്ടും സെൻഷ്വൽ അല്ലാത്ത അല്ലെങ്കിൽ ഒരു പ്ലേറ്റോണിക് ലവ് മെയിൻറ്റെയിൻ ചെയ്യുന്നവരൊന്നും ദേ ആർ നോട്ട് ഡിസ്റ്റർബ്ഡ് അല്ലെങ്കിൽ ദേ ആർ നോട്ട് പെർട്ടർബ്ഡ് ബൈ ദ തോട്ട് ഓഫ് സെപ്പറേഷൻ. നമ്മളെ അതൊട്ടും എഫക്റ്റ് ചെയ്യില്ല എന്ന് പറയാണ്. ആൻഡ് ഫോർത്ത് സ്റ്റാൻസ. ഡൾ സബ്ലൂണറി ലവേഴ്സ് ലവ് whose soul is sense cannot admit absence because it doth remove those things which elemented it. അപ്പോൾ എന്താണ് വേൾഡ്ലി ലവ്, മണ്ടൈൻ ലവ് ഉള്ള ലവേഴ്സൊക്കെ വെച്ചാൽ എങ്ങനെയാണ്, അവർ ദെയർ സോൾ ഇസ് സെൻസ്, അവരുടെ പ്രണയത്തിൻ്റെ ആത്മാവെന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് ജസ്റ്റ് ബോഡിലി സെൻസസ്, എന്താണ് ബോഡിലി പ്ലഷേഴ്സ് ആണ് അവരുടെയൊക്കെ പ്രണയത്തിൻ്റെ ആത്മാവ്. ദോസ് പീപ്പിൾ കനോട്ട് അഡ്മിറ്റ് ആബ്സെൻസ് അല്ലെങ്കിൽ ദേ കനോട്ട് ആക്സെപ്റ്റ് സെപ്പറേഷൻ because it doth remove those things which elemented it. അപ്പോൾ why? Because അവരുടെ പ്രണയത്തിൻ്റെ ഒരു കോർ എലമെൻറ്റ് എന്ന് പറയുന്നത് തന്നെ ഈ ബോഡിലി പ്ലഷേഴ്സാണ്. അപ്പോൾ നമ്മൾ അടുത്തുനിന്ന് മാറിക്കഴിയുമ്പോഴേക്ക് ഈ ബോഡിലി പ്ലഷേഴ്സ് എല്ലാം പോയല്ലോ. സോ ദ സെപ്പറേഷൻ റിമൂവ്സ് ദോസ് തിങ്സ് വിച്ച് എലമെൻറ്റഡ് ഇറ്റ്. സോ ഡൾ വേൾഡ്ലി ലവേഴ്സ് ആർ ഇൻട്രസ്റ്റഡ് ഓൺലി ഇൻ സെൻഷ്വൽ പ്ലഷേഴ്സ്. Since there is only a physical appetite, they cannot bear with the physical separation. അപ്പോൾ അവർക്കൊരു പ്ലേറ്റോണിക് ലവ് ഒന്നുമില്ല, അവർക്ക് ആകെ ഉള്ളൊരു എന്താണ് ഇറോട്ടിക് ഫിസിക്കൽ അപ്പറ്റൈറ്റ് മാത്രമാണുള്ളത്. ഫിസിക്കൽ സെപ്പറേഷൻ റിമൂവ്സ് ദ വെരി ബേസിസ് ഓഫ് ദിയർ ലവ്. അപ്പോൾ അവരുടെ പ്രണയത്തിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് ഫിസിക്കൽ ലവ് ആണ്. ഇനി ഫിഫ്ത്ത് സ്റ്റാൻസ. ബട്ട് വി ബൈ എ ലവ് സോ മച്ച് റിഫൈൻഡ് ദാറ്റ് അവർ സെൽഫ്സ് ഡോ നോട്ട് വാട്ട് ഇറ്റ് ഇസ്. Interrush word of the mind, careless eyes, lips and hands to miss. അപ്പം
പക്ഷേ നമ്മുടെ ലവ് എങ്ങനെയാണ്? ബട്ട് വി ബൈ എ ലവ് സോ മച്ച് റിഫൈൻഡ്, നമ്മുടെ ഒരുപാട് പ്യുവർ ലവാണ്. ദാറ്റ് അവർ സെൽഫ്സ് നോ നോട്ട് വാട്ട് ഇറ്റ് ഈസ്. നമുക്ക് തന്നെ അറിയില്ല എന്താണ് നമ്മൾ തമ്മിലുള്ള ബന്ധം എന്നുള്ളത്. ആ രീതിയിലാണ് നമ്മുടെ പ്രണയം എന്ന് പറഞ്ഞാൽ. ഇൻറ്റർ അഷ്വേർഡ് ഓഫ് ദ മൈൻഡ്. അഷ്വറൻസ് എന്ന് പറഞ്ഞാൽ ഒരു കോൺഫിഡൻസ്. അപ്പോൾ നമുക്ക് പരസ്പരം ഉള്ള ഒരു മ്യൂച്വൽ കോൺഫിഡൻസ് ആണ്. വി ആർ കോൺഫിഡൻറ്റ് about each other, in each other ഒക്കെയാണ്. We are inter-assured. We don't care anything about the eyes, lips, hands. അതൊന്നും നമുക്കൊരു വിഷയമേ അല്ല. ബോഡി എന്ന് പറയുന്നത്, ഒരു ഫിസിക്കൽ ലവ് എന്ന് പറയുന്നത് നമുക്കൊരു മാറ്ററേ അല്ല. We are inter-assured of the mind. So the poet and his beloved have risen above physical love. Their love is refined and purged of the physical appetite. അവരുടെ എന്ന് വെച്ചാൽ ഒരു പ്ലേറ്റോണിക് മെന്റൽ ലവ് ആണ്. ആൻഡ് their minds are inter-united and so they are not affected by the physical separation. പിന്നെ ഇവിടെ നിങ്ങൾ കണ്ടോ, ഇപ്പം ഇവിടെ വേണമെങ്കിൽ ഡണ്ണിന് കെയർലെസ് ഐസ് ഓർ ലിപ്സ് അങ്ങനെ എഴുതായിരുന്നു. പക്ഷേ കോമ എന്ന് പറയുന്നത് തന്നെ ആ ഒരു വേഗത്തിൽ നമ്മളങ്ങ് വായിച്ചു പോകും. അപ്പോൾ അത് തന്നെ ആ ഒരു ഈ ബോഡിലി ലവ് ഉള്ള ബേസ് ആയിട്ടുള്ള ലവേഴ്സിൻ്റെ പ്രണയത്തെക്കുറിച്ച് കാണിക്കുന്നതാണ്. അത് അത്രയ്ക്ക് ഷോർട്ട് ലിവ്ഡ് ആണ്, വേഗത്തിൽ അങ്ങ് കഴിഞ്ഞു പോകും. കെയർലെസ് ഐസ് ലിപ്സ് ആൻഡ് ഹാൻഡ്സ് ടു മിസ്, വേഗം കഴിഞ്ഞു. പക്ഷെ നമ്മുടെ പ്രണയം അങ്ങനെ അല്ല. ഈവൻ വെൻ ദ ഹസ്ബൻഡ് ഇസ് ഫാർ അവേ ഫ്രം ഹിസ് ബിലവഡ്, ഹി ഡസ് നോട്ട് മിസ് nor does he long for the eyes, lips and hands of his lover, for he is mentally one with her. ദൂരെ ആണെങ്കിലും, ബോഡി കൊണ്ട് ദൂരെ ആണെങ്കിലും നമ്മൾ അടുത്ത് തന്നെയാണെന്ന് പറയുകയാണ്. പറയുന്നതൊക്കെ ഭയങ്കര ആയിട്ടുള്ള ഐഡിയാസ് ആണെങ്കിലും അത് എക്സ്പ്രസ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻ്റലക്ച്വലായിട്ട്, ഭയങ്കര സെറിബ്രലായിട്ടാണ് ഡൺ എക്സ്പ്രസ് ചെയ്യുന്നത്. പക്ഷെ സംഭവം പ്രണയം തന്നെയാണ്. ആൻഡ് അവർ ടു സോൾസ് therefore which are one, though I must go into a not yet a breach but an expansion like gold to airy thinnest beat. ഈ ലൈൻസ് ഒക്കെ ഓർത്തിരിക്കണം കേട്ടോ. ലൈക്ക് ഗോൾഡ് ടു airy thinnest beat. അവർ ഡാഷിട്ടൊക്കെ ചോദിക്കും. ഓക്കെ, അവർ ടു സോൾസ് therefore which are one. അപ്പോൾ നമ്മുടെ രണ്ട് സോൾസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വൺ, വി ആർ വൺ. though I must go, എനിക്ക് തൽക്കാലം പോകണം. into a not yet a breach. അപ്പം ഞാൻ പോയാലും നമ്മൾ തമ്മിലുള്ള ഇഷ്ടത്തിന് ഒരു ബ്രീച്ചും വരില്ല. നമ്മൾ തമ്മിലുള്ള പ്രോമിസിന് അല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള എഗ്രിമെൻറ്റിനൊന്നും there won't be any breach but an expansion. but instead നമ്മുടെ പ്രണയം കുറച്ചും കൂടി വലുതാവുകയാണ് ചെയ്യുന്നത്. ഈവൻ ഐ ഗോ, നമ്മളുടെ രണ്ട് സോൾസും ഒന്നാണ്. ആൻഡ് there will be an expansion. എന്തുപോലെ? ലൈക്ക് ഗോൾഡ് ടു airy thinnest beat. ഇപ്പം ഗോൾഡ് എന്ന് പറയുന്ന മെറ്റൽ നമ്മൾ ഉരുക്കി എത്ര നീളം വെപ്പിച്ചാലും എന്ത് പറ്റും? അത് ഗോൾഡ് തന്നെയാണ്. അതിൻ്റെ ആ ഒരു ഇന്നേറ്റ് നേച്ചറിന് ഒരു വ്യത്യാസവും ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ പ്രണയത്തിൻ്റെ നേച്ചറിന് ഒരു വ്യത്യാസവും വരില്ല. ലൈക്ക് ഗോൾഡ് ടു airy thinnest beat. അപ്പം നമ്മുടെ പ്രണയം അപ്പോഴും പ്യുവർ ആണ്. അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്നും മാറുന്നില്ല, അതിൻ്റെ നേച്ചർ മാറുന്നില്ല, അതിൻ്റെ സ്റ്റേറ്റ് മാറുന്നില്ല. ഉള്ളി ദാറ്റ് അത് കുറച്ച് നീളത്തിലായി, അതിൻ്റെ ഒരു ഫോം മാത്രമാണ് മാറുന്നത്. സോ ലൈക്ക് ദാറ്റ് നമ്മളുടെ സോൾസ് എത്ര, നമ്മുടെ ബോഡീസ് എത്ര അകന്നാലും we are one. Okay, since the souls of the poet and his wife are united, physical separation does not cause a breach or gap in their love. On the other hand, when they are physically separate, their love only grows and expands. Gold, when it is beaten up, grows thin and wiry, but it is not at all destroyed. Similarly, the separation of the lovers only deepens their love. ഓക്കെ, പിന്നെ ഈ പോയത്തിന് വേറൊരു അനാലിസിസ് ഉള്ളത് ഇവിടെ വരുമ്പോഴേക്കും പോയിന്റ് കുറച്ച് ഡിഫറെൻ്റ് ആവുന്നതാണ്. അതായത് പുള്ളിയുടെ ആ ഒരു ഷുവർട്ടിക്ക് അല്ലെങ്കിൽ പുള്ളിയുടെ ആ ഒരു കോൺഫിഡൻസിന് ചെറിയൊരു കോട്ടം തട്ടുന്നുണ്ടെന്നുള്ളത് ദർ ആർ മെനി ക്രിട്ടിക്സ് ഹു സേ ലൈക്ക് ദാറ്റ്. അതായത് ഇപ്പോൾ ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിങ്ങനെ വലിച്ചു നീട്ടുന്ന ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ബ്രിറ്റിൽ, ദർ ഇസ് എവറി ചാൻസ് ദാറ്റ് ഇറ്റ് വിൽ ബ്രേക്ക് അല്ലേ. അപ്പം ആ ഒരു ഐഡിയ ചെറുതായിട്ട് ഈ പോമിലുണ്ട്. But still he is confident എന്നുള്ളതാണ്. പക്ഷേ stanza 7 വരുമ്പം again he comes back to his surety, confidence about his love and all. If they be two, they are two. So as stiff twin compasses are two. Thy soul, the fixed foot, makes no show to move, but doth if the other do. അപ്പോൾ ഇവിടെ വരുമ്പോഴേക്കും വീണ്ടും ആ ഡിഫറൻസ് ഒക്കെ മാറി വീണ്ടും കോൺഫിഡൻ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇഫ് ദേ ബി ടു, ദേ എന്ന് പറഞ്ഞാൽ നമ്മുടെ സോൾസ്. അപ്പം രണ്ടാണെങ്കിലും ഓക്കെ, രണ്ടാണ്, വി ആർ ടു സോൾസ്. പക്ഷേ എങ്ങനെയുള്ള രണ്ടാണ്? ലൈക്ക് ദ സ്റ്റിഫ് ട്വിൻ കോമ്പസസ് ആർ ടു. വി ആർ ടു, പക്ഷേ വി ആർ യുണൈറ്റഡ് അറ്റ് ദ എൻഡ്സ്. നമ്മളുടെ ആ ഒരു ടോപ്പ് എൻഡ് കോമ്പസ് വിഷ്വലൈസ് ചെയ്താൽ മതി. ദ ടോപ്പ് എൻഡിൽ നമ്മൾ ഒന്നാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ എത്ര മൂവ് ചെയ്താലും അത് ഫിക്സഡ് ആയിട്ട് തന്നെ ഇരിക്കും. ദൈ സോൾ, ദ ഫിക്സഡ് ഫുഡ്. അപ്പോൾ ആ ഫിക്സഡ് ആയിട്ടിരിക്കുന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ നിൻ്റെ സോളാണ്, ലേഡി ലവിൻ്റെ സോളാണ്. ആൻഡ് ഇറ്റ് മേക്സ് നോ ഷോ ടു മൂവ്. അപ്പോൾ അത് ഒരിക്കലും മൂവ് ചെയ്യില്ല, അത് സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കും. ബട്ട് ഡത്ത് ഇഫ് ദ അതർ ഡു. So the separation of the husband and the wife is only like the separation of the twin legs of a compass.
one foot of the compass remains fixed and the other foot rotates. The fixed foot does not make any attempt to move away its original position. അപ്പോൾ അത് ആ സെൻറ്റർ പൊസിഷനിൽ തന്നെ നിൽക്കും. Similarly, the wife's attachment to her husband remains constant. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഐഡിയാസ് ആണ്, പക്ഷേ ഭയങ്കര എന്താണ് ഒരു ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ഫോമാണ് അങ്ങനത്തെ ഒരു ഫോമാണ് ഡൺ യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദോ ഇറ്റ് ഇൻ ദ സെൻറ്റർ സിറ്റ്, yet when the other far doth roam, it leans and hearkens after it and grows erect as that comes home. അപ്പം പുള്ളി പറയുന്നത്, അപ്പോൾ ഇത് സെൻറ്ററിൽ തന്നെ ഇരിക്കും, ആ സെൻറ്റർ പീസിലുള്ള ആ കോമ്പസിൻ്റെ ആ ഒരു ലെഗ് ഈ സെൻറ്ററിൽ തന്നെ ഇരിക്കും. ആൻഡ് മറ്റേ സാധനം കുറച്ചും കൂടെ ഫാറിലേക്ക് റോം ചെയ്താൽ എന്ത് ചെയ്യും, ഈ സെൻറ്ററിലുള്ള സാധനം അത് കുറച്ച് അങ്ങോട്ടേക്ക് ചരിയും. ആൻഡ് ഇറ്റ് ഹാർക്കൻസ് ആഫ്റ്റർ ദ അതർ ലെഗ്. അങ്ങനെയല്ലേ കോമ്പസ്, നമ്മൾ കോമ്പസിൻ്റെ വട്ടം ഒരുപാട് വലുതാക്കി കഴിഞ്ഞാൽ ആ സെൻറ്റർ പീസ് കിടന്ന് മൂവ് ചെയ്യില്ലല്ലോ, അത് സെൻറ്ററിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. മേ ബി അതിനൊരു ഇൻക്ലിനേഷൻ വരും, എങ്ങോട്ടേക്ക് തന്നെയാണ് ഇൻക്ലിനേഷൻ, ടു ദ അതർ ലെഗ്. So it leans and hearkens after it and grows erect as that comes home. തിരിച്ചു വരുമ്പോഴേക്കും ഈ കോമ്പസ് പഴയതുപോലെ തന്നെ നേരെയാവും എന്നാണ് പറയുന്നത്. ഇനി ഇതിനകത്ത് ഒരു നമ്മുടെ ഡൺ എന്ന് പറഞ്ഞാൽ ഹീസ് ഓൾസോ വെരി വെൽ നോൺ ഫോർ ഹിസ് ഇറോട്ടിക് ഇമേജസ്. അപ്പോൾ ഇവിടെ ഈ ഗ്രോസ് ഇറക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഓൾസോ ഷോസ് സെക്ഷൽ എക്സൈറ്റ്മെൻറ്റ്. തിരിച്ചു വരുമ്പോഴേക്കും കാണുമ്പോൾ ഉള്ള ഒരു ഫിസിക്കൽ എക്സൈറ്റ്മെൻറ്റ് ഇവിടെ പറയുന്നുണ്ട്. പുള്ളി തന്നെ പറയുന്നുണ്ട് അവർക്ക് അങ്ങനെ ഫിസിക്കൽ ലവ് ഒന്നും അല്ലാതെ ആർ മച്ച് അബവ് ഫിസിക്കൽ ലവ്, ഫിസിക്കൽ പ്ലഷേഴ്സ്, പ്ലേറ്റോണിക് ലവ് ആണെന്നുണ്ടെങ്കിലും ഹിയർ ഹി മെൻഷൻസ് തിരിച്ചു കാണുമ്പോൾ ഉള്ള ഫിസിക്കൽ എക്സൈറ്റ്മെൻറ്റിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ആൻഡ് ദോ ഇറ്റ് ഇൻ ദ സെൻറ്റർ സിറ്റ്, യെറ്റ് വെൻ ദ അതർ ഫാർ ഡത്ത് റോം, ഇറ്റ് ലീൻസ് ആൻഡ് ഹാർക്കൻസ് ആഫ്റ്റർ ഇറ്റ് and grows erect as that comes home. So, though the fixed foot of the compass remains unmoved in the center, it leans towards the rotating foot of the compass. അപ്പോൾ അത് മൂവ് ചെയ്യില്ല, പക്ഷേ ആ ഒരു പോയിന്റ് തന്നെ ഫിക്സഡ് ആയിട്ട് ഇറ്റ് വിൽ ലീൻ ടുവേർഡ്സ് ഇറ്റ്. ഇറ്റ് ബിക്കംസ് ഇറക്റ്റ് ഓൺലി വെൻ ദ റൊട്ടേറ്റിംഗ് ലെഗ് കംസ് ബാക്ക്. തിരിച്ചു വരുമ്പോഴാണ് നേരെ ആവുക. So, such will thou be to me, who must, like the other foot, obliquely run. Thy firmness makes my circle just and makes me end where I began. അപ്പോൾ നീയും അതുപോലെ ആയിരിക്കണം. സച്ച് വിൽ യു ബി ടു മീ ഹൂ മസ്റ്റ് ലൈക്ക് ദ അതർ ഫുഡ്. ഞാൻ ഒബ്ലീക്ലി ഇങ്ങനെ ചുറ്റുമൊക്കെ പോയാലും നീ സെൻറ്ററിൽ ഫിക്സഡ് ആയിട്ട് തന്നെ നിൽക്കണം. ആൻഡ് ഇറ്റ് ഈസ് യുവർ ഫേംനെസ് മേക്സ് മൈ സർക്കിൾ ജസ്റ്റ്. അപ്പോൾ ഈ നടുക്കിൽ ഉള്ള ലെഗ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ സർക്കിൾ പ്രോപ്പർ ആവുമോ? ഇല്ല. അപ്പം നിൻ്റെ ഫേംനെസ് ആണ് എൻ്റെ സർക്കിളിനെ ജസ്റ്റ് ആക്കുന്നത്. ആൻഡ് ഓൾസോ ഇവിടെ വേറൊരു മീനിങ് ഉള്ളത്, നമ്മുടെ ഡണ്ണിൻ്റെ ജേർണി വിത്ത് ഹിസ് പേട്രൺ റോബർട്ട് ജൂറി, ആ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നടക്കണമെങ്കിലും നീ എവിടെയാണോ ഉള്ളത് അവിടെ നീ വളരെ ഫേമായിട്ട് എന്നെ വളരെ സ്ട്രോങ് ആയിട്ട് ലവ് ചെയ്തുകൊണ്ടിരിക്കണം, എന്നാൽ മാത്രമാണ് ഞാൻ പോകുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കുള്ളൂ എന്നൊരു മീനിങ്ങും ഉണ്ട്. ആൻഡ് ഇറ്റ് മേക്സ് മീ എൻഡ് വേർ ഐ ബിഗൺ. എന്നാലാണ് എനിക്ക് സേഫായിട്ട് തിരിച്ചു വരാൻ പറ്റുക എന്നുള്ളൊരു ഐഡിയയും അവിടെ ഉണ്ട്. ഓക്കെ, so the wife will maintain a similar relationship to the poet. He moves away from his wife like the rotating leg of the compass. She'll remain firm in her attachment to him like the fixed foot of the compass, and so the rotating foot of the compass is able to draw a perfect circle. Her firmness makes the husband just and also wins him back to her. Okay. ഇനി ഇതിനകത്തുള്ള സിമ്പിൾ എന്ന് പറഞ്ഞാൽ ആകെപ്പാടെ എന്താണുള്ളത്, സ്ഫിയേഴ്സ് ആൻഡ് സർക്കിൾസ് ആണ് ഇതിനകത്ത് ഉള്ള ഒരു സിമ്പിൾ എന്ന് പറഞ്ഞാൽ. അപ്പം അത് എവിടേക്കാന്ന് വെച്ചാൽ ഐ വിൽ ഷോ യു. വൺ ഇസ് ഈ ഒരു ട്രെപ്പിഡേഷൻ ഓഫ് ദ സ്ഫിയേഴ്സ് എന്ന് പറയുന്ന ഒരു ഇവിടെ, ബട്ട് ദ ട്രെപ്പിഡേഷൻ ഓഫ് ദ സ്ഫിയേഴ്സ്. അപ്പോൾ ഇവിടെ അതായത് നമ്മുടെ പ്ലാനറ്ററി ബോഡീസിൻ്റെ റൊട്ടേഷൻ ഉദ്ദേശിക്കുന്നതാണ് ട്രെപ്പിഡേഷൻ ഓഫ് ദ സ്ഫിയേഴ്സ്. അപ്പോൾ അവിടെ ഒരു സ്ഫിയേഴ്സ് ഉണ്ട്. ദെൻ നമ്മുടെ സർക്കിൾ എന്ന് പറയുന്ന കോമ്പസിൻ്റെ സർക്കിൾ, ആ സംഭവം ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് വായിച്ചു നോക്കാം. സ്ഫിയേഴ്സ് ആൻഡ് സർക്കിൾസ് മേക്ക് ഫ്രീക്വൻറ്റ് അപ്പിയറൻസ് ഇൻ ഡൺസ് വർക്ക്. ഫോർ ഹിം ദ സർക്കിൾ, സ്ഫിയർ ഇതൊക്കെ റെപ്രസെൻറ്റ് എറ്റേണിറ്റി ആൻഡ് ദ പെർഫെക്ഷൻ ഓഫ് എ ഡിവൈൻലി ഓർഡേർഡ് യൂണിവേഴ്സ്. അപ്പം ഇവരൊക്കെ ബിലീവേഴ്സ് തന്നെയാണ്. ആള് പിന്നെ ആംഗ്ലിക്കൻ ആയെങ്കിലും ദേ ഓൾ ബിലീവ് ഇൻ ദ ഓൾമൈറ്റി. അപ്പോൾ അപ്പോൾ ഈ സർക്കിൾസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്ഫിയേഴ്സ് ആൻഡ് സർക്കിൾസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇറ്റ് റെപ്രസെൻറ്റ് എറ്റേണിറ്റി, അതേപോലെ തന്നെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള അത്തരം ഒരു യൂണിവേഴ്സിനെയും കൂടി, അല്ലെങ്കിൽ അത്തരം ഒരു പെർഫെക്ഷനെയും കൂടി കാണിക്കുന്നതാണ് ഈ സാധനം. ആൻഡ് ഹി കമ്പയർസ് ഹിസ് ട്രൂ ലവ് ടു സ്ഫിയേഴ്സ് ആൻഡ് ടു സർക്കിൾസ് ആസ് എ വേ ഓഫ് ഡെമോൺസ്ട്രേറ്റിംഗ് ലവ്സ് പവർ, ബ്യൂട്ടി, എൻഡ്യൂറൻസ് ഒക്കെ കാണിക്കുന്നതാണ് ഈ ഒരു സിമ്പിൾ എന്ന് പറഞ്ഞാൽ. ഇവിടെ ട്രെപ്പിഡേഷൻ ഓഫ് ദ സ്ഫിയർ എന്ന് പറഞ്ഞാൽ it references to the ancient astronomical theory that the universe is arranged as a series of concentric spheres. അപ്പം എന്താണ്
പണ്ടത്തെ സാധനം ഉണ്ടല്ലോ, നമ്മൾ കുറേ പിക്ചേഴ്സൊക്കെ കണ്ടില്ല ഇങ്ങനെ, നമ്മുടെ മിൽക്കി വേ ഒക്കെ തന്നെ ഇങ്ങനെ പെർഫെക്റ്റ് കോൺസെൻട്രിക് സ്ഫിയേഴ്സിലാണെന്നുള്ളതാണല്ലോ. ഇപ്പോഴല്ലേ അത് ഷേപ്സ് എലിപ്സ് ഒക്കെ ആയത്. അപ്പോൾ സോ ആ ഒരു പെർഫെക്ഷനെ കാണിക്കുന്ന ഒരു സാധനമാണ് ട്രെപ്പിഡേഷൻ ഓഫ് ദ സ്ഫിയേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദ പോം സെൻട്രൽ കൺസീറ്റ് ഇസ് ദ ഇമേജ് ഓഫ് എ ഡ്രാഫ്റ്റിംഗ് കോമ്പസ് which the speaker uses to talk about the motion of joined souls. He describes a compass as it creates a circle which ends at the same point where it began. So the circle represents eternity and escape from time. It defeats mortality by turning its end to a beginning. It symbolizes an enduring love which returns to its source unchanged by time apart. Okay. അപ്പോൾ ഈ സർക്കിൾ സിംബലൈസ് ചെയ്യുന്നത് അവരുടെ ഒരു എറ്റേണൽ ലവിനെയാണ്. ആ ഒരു പെർഫെക്റ്റ് സർക്കിൾ എന്ന് പറയുന്നത് ഇവരുടെ ലവ് പോലെയാണ് എന്നുള്ളതാണ്. അപ്പോൾ എവിടെ തുടങ്ങുന്നു അവിടെ തന്നെ എൻഡ് ചെയ്യുന്ന അത്തരത്തിലുള്ള ഒരു സാധനമാണ് ഇതെന്നാണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ മോർട്ടാലിറ്റിയും ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ലൈക്ക് മനുഷ്യൻ മനുഷ്യ നീ മണ്ണാകുന്നു എന്ന് പറയില്ലേ. സോ ഹി ബിഗാൻ ഫ്രം ഹി ടുക്ക് ഹിസ് ഒറിജിൻ ഫ്രം സോയിൽ അല്ലെങ്കിൽ ക്ലേ ആൻഡ് ഹി റിട്ടേൺസ് ബാക്ക് ടു ദ സെയിം സോയിൽ. അപ്പോൾ ആ ഒരു മോർട്ടാലിറ്റിയും കാണിക്കുന്ന ഒരു സംഭവമാണ് സർക്കിൾ എന്ന് പറയുന്നത്. ബിക്കോസ് സർക്കിളും അതേപോലെ തന്നെയാണ്, നമ്മുടെ മനുഷ്യൻ്റെ ലൈഫ് പോലെ തന്നെയാണ്. ഇറ്റ്സ് ഓൾ സൈക്ലിക്കൽ. അപ്പം അതും ഒക്കെ ഈ സർക്കിൾ എന്ന് പറയുന്ന സിമ്പിൾ കാണിക്കുന്നുണ്ട്. സോ അത്രയാണ് വെൽഡിക്ഷനകത്ത് വേറെ അധികം. പിന്നെ നമുക്ക് മറ്റേ ഹൈപ്പബലിയൊക്കെ എവിടെ വരുന്നതെന്ന് അറിയാലോ. ഡിവൈസസ് ഇവിടെ നമ്മുടെ അവിടെയാണ് ടിയർ ഫ്ലഡ്സും സൈ ടെമ്പസ്റ്റ് അവിടെയാണ് ഹൈപ്പബലി വരുന്നത്. ദെൻ വേറെ അങ്ങനെ അലിട്രേഷനും ഒക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ലൈക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമൊന്നും ഇല്ല. ഇതിനകത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള സംഭവം ഡണ്ണിൻ്റെ ലൈഫ് എന്ന് ചോദിക്കാനാണെങ്കിൽ ഹോളി സോണറ്റ്സിൻ്റെ കാര്യം ചോദിക്കാം. ദെൻ എലിസബത്തൻ പീരീഡിലും ജക്കോബിയൻ പീരീഡിലും അല്ലെങ്കിൽ ഒരു ലിസ്റ്റ് ഓഫ് പോയിറ്റ്സ് തന്നിട്ട് ഇത് രണ്ടിലും ലിവ് ചെയ്ത പോയിറ്റ് ആരാന്ന് ചോദിക്കാം. പിന്നെ ഈ കൺവേർട്ട് ചെയ്തത് അത് നമ്മൾ അറിഞ്ഞിരിക്കുന്നതാണ്. ഡണ്ണിൻ്റെ ഒരു ലൈഫ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് ഓർത്തിരിക്കണം. ഹി വാസ് എ കാത്തലിക് ആൻഡ് ദെൻ ഹി കൺവേർട്ടഡ് ടു ആംഗ്ലിക്കനിസം. പിന്നെ ഇപ്പോൾ തന്നെ പഠിച്ചു പോക്കോളൂ കേട്ടോ. പിന്നെ ഇതിനകത്ത് സാമുവൽ ജോൺസന്റെ കാര്യം ലൈക്ക് കുറേ ക്വസ്റ്റ്യൻ ചോദിച്ചതുകൊണ്ട് എവ്രി വൺ മൈറ്റ് ബി നോയിങ് മെറ്റാഫിസിക്കൽ എന്ന് പറഞ്ഞ ടേം വാസ് കോയിൻഡ് ബൈ ജോൺസൺ, അല്ലെങ്കിൽ വാസ് യൂസ്ഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ബൈ ജോൺസൺ. പിന്നെ ഇതിനകത്ത് ചോദിക്കാനുള്ളത് ഈ റോബർട്ട് ഡ്രൂറിയുടെ പേര് ഓർത്തിരിക്കണം. പിന്നെ ഈ വോൾട്ടർ റാലെയുമായിട്ട് പുള്ളിക്ക് വളരെ ക്ലോസ് അസോസിയേഷൻ ഉണ്ടായിരുന്നു. അപ്പം മേ ബി അത് ചോദിക്കാം. വോൾട്ടർ റാലയുടെ പേര് ഓർത്തിരിക്കണം. പിന്നെ പിന്നെ ഈ കോഡ്സ് ഒക്കെ ആര് പറഞ്ഞു എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. ദെൻ ഭയങ്കര സിമ്പിളായിട്ടുള്ള പോയമാണ്, അതുകൊണ്ടാണ് വേഗം തീർന്നത്. ഓക്കെ. ആൻഡ് ഇത് ഏത് കളക്ഷനിലാണ് അപ്പിയർ ചെയ്തത്? സോങ്സ് ആൻഡ് സോണറ്റ്സ്. എഴുതിയത് 1611, പബ്ലിഷ്ഡ് ആയത് 1633. പിന്നെ ഇത് ആർക്ക് അഡ്രസ്സ് ചെയ്താണ് എഴുതിയെന്നുള്ള, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എഴുതാനുള്ള കോണ്ടെക്സ്റ്റ് എന്താണെന്ന് ഓർക്കണം. പല കോണ്ടെക്സ്റ്റ് വന്നിട്ട് ഇതിൽ ഏതാണെന്ന് ചോദിക്കാമല്ലോ. അപ്പോൾ അത് റോബർട്ട് ഡ്രൂറിയുമായിട്ട് ഹി വാസ് അബൌട്ട് ടു ഗോ ഓൺ എ ട്രിപ്പ് ടു ഫ്രാൻസ് ഓർ ജർമ്മനി. അപ്പോൾ അതിൽ ആ ഒരു സമയത്ത് എഴുതിയ പോമാണ്. പിന്നെ 36 ലൈൻസ് ആണെന്നുള്ളത് ഓർക്കണം. പിന്നെ എ ബി ആണ് ഇതിൻ്റെ റൈം ആൻഡ് ഓൾസോ അയാംബിക് ടെട്രാമീറ്ററിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. അപ്പം ഈ സ്ലൈഡിലുള്ളതെല്ലാം അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഞാൻ ആസ് സിമ്പിൾ ആസ് പോസിബിൾ ആണ് ഇത് പാരഫ്രൈസ് ചെയ്തിട്ടുള്ളത്. അപ്പം അത്ര ബുദ്ധിമുട്ടൊന്നും വരില്ല. ആൻഡ് ഐ അപ്ലോഡ് എ ക്വിസ് ഓൾസോ. ഇപ്പം ഇന്ന് വൈകുന്നേരം ഇത് കഴിഞ്ഞിട്ട് ക്ലാസ് ആയിട്ട് ഞാൻ ക്വിസ് അപ്ലോഡ് ചെയ്യാം. അപ്പോഴേക്കും നിങ്ങൾ അത്യാവശ്യം ഈ പോയത്തിൽ സെറ്റ് ആവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ HSST-കാർക്ക് ഈ പോമും ഉണ്ടായിരിക്കും കേട്ടോ വെനസ്ഡേയിലെ എക്സാമിന്. ഓക്കെ. നിങ്ങൾക്കും ട്യൂസ്ഡേയിലെ എക്സാമിന് ഇതുണ്ടായിരിക്കും HSC-കാരോട്. ഓക്കെ. അപ്പോൾ അത്രയാണ്. HSST-കാർ വേണമെങ്കിൽ വിട്ടോളൂ. എനിക്ക് ഇവർക്ക് മെഗ്ബത്തിൻ്റെ ഒരു റിവിഷൻ പോലെ എടുക്കാനുണ്ട്. ഓക്കെ. താങ്ക് യു രമ്യ, സൗമ്യ. ഇനി എവിടെ നിങ്ങളുടെ മെഗ്ബത്ത് ഒന്ന് കണ്ടുപിടിച്ചെടുക്കാൻ കുറച്ച് പ്രയാസമാണ്. അതിനകത്ത് നിങ്ങൾക്ക് എന്താ എല്ലാം ഒന്നുകൂടെ ഓടിച്ച് പറയണം എന്നാണോ പറഞ്ഞത്? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യുമോ? ആരൊക്കെയോ 2-3 പേര് പറഞ്ഞിരുന്നു അതൊന്നുകൂടി സൺഡേ എടുക്കാമോ എന്നുള്ളത്.
ഒന്ന് റെസ്പോണ്ട് ചെയ്യോ? യെസ്, എല്ലാരും ഇവിടെ ഉണ്ട്. പക്ഷെ ഒന്നും ഞാൻ മിണ്ടാൻ പറഞ്ഞില്ല, അറിയത്തില്ല ആരാ പറഞ്ഞു. ഓക്കെ. നിങ്ങൾക്ക് എന്താ ഹെൽപ്പ് വേണ്ടതെന്ന് പറയോ? അത് ആക്ച്വലി പ്രത്യേകിച്ചൊന്നും പറയാനില്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ നോക്കട്ടെ. ഇതല്ലേ പറയേണ്ടത്? ഇതെന്താ പറയേണ്ടത്? ഇതിപ്പം വില്യം ഹാസ്ലിറ്റ് ആണ് ഈ ഒരു സംഭവം പറഞ്ഞിട്ടുള്ളത്. ഇതിനകത്ത് വില്യം ഹാസ്ലിറ്റിൻ്റെ ആണ് ക്യാരക്ടേഴ്സ് ഓഫ് ഷേക്സ്പിയേഴ്സ് പ്ലേസ് എന്ന് പറയുന്ന വർക്ക് ഹാസ്ലിറ്റിൻ്റെതാണ്. ഇത്രയും ഡീപ്പായിട്ടൊന്നും ചോദിക്കില്ല എന്നാണ് മഞ്ജു ഒക്കെ എന്നോട് പറയുന്നത്. കുറച്ചും കൂടി സൂപ്പർഫിഷ്യലായിട്ട് എടുത്താൽ മതി എന്നുള്ളതാണ്. ബട്ട് സ്റ്റിൽ ചോദിച്ചാൽ നമ്മൾ വി ആർ ബൗണ്ട് ടു നോ അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആസ് ഡീപ്പ് ആസ് പോസിബിൾ തന്നെ എവിടെ നിന്ന് ചോദിച്ചാലും പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ മേ ബി ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് മാത്രമായിരിക്കും അത് അറിയുന്നത്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് തന്നെ വീൽ ഗോ റാങ്ക്സ് അബവ്. ഓക്കെ. സോ ഇതിനകത്ത് ഈ ഒരു വർക്കിൻ്റെ പേര് ദെൻ മേ ബി ഇത് ഫുള്ളായിട്ടൊന്നും ചോദിക്കില്ല. ഇത് മെക്ബത്ത് ഇസ് ഡൺ അപ്പോൺ എ സ്ട്രോങ്ങർ ആൻഡ് മോർ സിസ്റ്റമാറ്റിക് പ്രിൻസിപ്പിൾ ഓഫ് കോണ്ട്. ഇതിനകത്തൊന്നും ചോദിക്കില്ല. മേ ബി ഈ എസ്ഐൻ്റെ പേര് മാത്രമായിരിക്കും ചോദിക്കുക. പിന്നെ ഇത് ചോദിക്കും കേട്ടോ. ഫോക്നറിൻ്റെ ഇത് ഞാൻ ഇന്നും കൂടി ക്വസ്റ്റ്യൻ ഇടാൻ നോക്കിയപ്പോൾ കണ്ടിരുന്നു. ഫോക്നറിൻ്റെ നോവൽ ഏത് വർക്കിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണെന്നുള്ളത്. മെക്ബത്തിൽ നിന്നാണ്. പിന്നെ ഈ സ്റ്റെയിൻബെക്ക് ഒന്നും ചോദിക്കില്ല. പിന്നെ ടെഡ്യൂക്സിൻ്റെ 4 Tales Told by an Idiot ഏത് വർക്കിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണെന്നുള്ളത് ചോദിക്കും. പിന്നെ മോബിഡിക്കിൻ്റെ ഹെർമൻ മെൽവിലിൻ്റെ മോബിഡിക്ക് അതെന്ന് വെച്ചാൽ അഹാബിൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയുന്നതാണ്. ഒരു എന്ത് വന്നാലും ഞാനിത് ചെയ്യും എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, അത് കിങ് ലിയറിൻ്റെ നിന്നും മെക്ബത്തിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടാണെന്നൊരു ക്രിട്ടിക്കൽ കമൻ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചു, അത് ചോദിക്കുന്നില്ല. പിന്നെ ബ്ലേക്കിൻ്റെ ആണ് ബ്രൂട്ടസ് ആൻഡ് സീസേഴ്സ് ഗോസ്റ്റ് എന്ന് പറയുന്ന വർക്ക്. അപ്പോൾ ഇത് ഇത്രയും ഓർത്തിരിക്കണം. ഫോക്നറിൻ്റെ സൗണ്ട് ആൻഡ് ഫ്യൂറി, പിന്നെ ടെഡ്യൂക്സിൻ്റെ 4 Tales Told by an Idiot, പിന്നെ ഈ ബ്രൂട്ടസ് ആൻഡ് സീസേഴ്സ് ഗോസ്റ്റ് ആരുടെയാണ്, അല്ലെങ്കിൽ ആ ഒരു സംഭവം എന്ന് ഓർത്തിരിക്കണം. ഓക്കെ. ഇനി ഇത് ചോദിക്കാം. വെയിൻസി ഇത് പറഞ്ഞത് ആരാണ്, അല്ലെങ്കിൽ ഒരു 4 ക്രിട്ടിക്കൽ കോഡ്സ് തന്നിട്ട് ഇപ്പുറത്ത് മാച്ച് ചെയ്യാൻ ചോദിക്കാം. അങ്ങനെയൊക്കെ ചോദിക്കാമല്ലോ. അപ്പം ദ പ്രോബ്ലം ഷേക്സ്പിയർ ഗേവ് ഹിംസെൽഫ് ഇൻ മെക്ബത്ത് വാസ് എ ട്രെമൻഡസ് ഫൺ എന്ന് വെയിൻസി ബൂത്താണ് പറഞ്ഞത്. പിന്നെ സാമുവൽ ജോൺസന്റെ പ്രിഫേഴ്സ് ടു ഷേക്സ്പിയർ ഏത് വർഷമാണ് എഴുതിയതെന്ന് ഓർക്കണം. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് വർക്ക്. 1765 പ്രിഫേഴ്സ് ടു ഷേക്സ്പിയർ. പിന്നെ നിങ്ങൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത് മേ ബി ഇതെല്ലാം ഒന്നും ചോദിക്കത്തില്ലായിരിക്കും. മേ ബി മെക്ബത്തിൽ നിന്ന് 1 ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ ആയിരിക്കും മാക്സിമം പോയാൽ ചോദിക്കുന്നത്. പക്ഷേ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും കേട്ടോ. പക്ഷേ ഇറ്റ് വിൽ ഹെൽപ്പ് യു ഇൻ സം അതർ എക്സാംസ്, അല്ലെങ്കിൽ യു ക്യാൻ ബി കോൺഫിഡൻറ്റ് അബൌട്ട് യുവർ എക്സാം. ഇപ്പോൾ വേറെ ഒരു എക്സാം നമ്മൾ നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ഈവൻ ദെൻ നിങ്ങൾ നെറ്റ് എക്സാമിന് ഹെൽപ്പ് ചെയ്യും. സോ ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു നോ. പിന്നെ ജോൺസൺ കോൾസ് മെക്ബത്ത് എ ട്രാജഡി ഡിപ്പെൻഡൻറ്റ് അപ്പോൺ എൻജാൻമെൻറ്റ് ടു പ്രൊഡ്യൂസ് ദ ചീഫ് ഇവൻറ്റ്സ് ബൈ ദ അസിസ്റ്റൻസ് ഓഫ് സൂപ്പർ നാച്ചുറൽ ഏജൻസ്. ഈ ഒരു കമൻറ്റ് ഓർത്തിരിക്കണം. അറ്റ്ലീസ്റ്റ് ആ കമൻറ്റ് ഫുൾ ഓർത്തില്ലെങ്കിലും ആ കമൻറ്റ് കാണുമ്പം ഇറ്റ് ഈസ് ബൈ സാമുവൽ ജോൺസൺ, ഡോക്ടർ ജോൺസൻ്റെ ആണ് ആ കമൻറ്റ് എന്നുള്ളതെന്ന് ഓർക്കണം. പിന്നെ ഹു കോൾസ് ഷേക്സ്പിയർ എ മാൻ, ഇത് ഞാൻ കൃത്യമായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഇത് കണ്ടിട്ട് എഴുതിയതാണ്. ഹു കോൾസ് ഷേക്സ്പിയർ എ മാൻ ഹു ഹോൾഡ്സ് എ ഫെയ്ത്ത്ഫുൾ മിറർ ടു മാനേഴ്സ് ആൻഡ് ലൈഫ്. അത് ഡോക്ടർ ജോൺസൻ്റെ ഫേമസ് കമൻറ്റ് ആണ്. ഫെയ്ത്ത്ഫുൾ മിറർ ടു മാനേഴ്സ് ആൻഡ് ലൈഫ് ആ സാധനം. ഇനി കോളറിഡ്ജ് ആണ് ഓൺ മാക്ബത്ത് എന്ന് എഴുതിയത് ഓർക്കണം, എന്തായാലും ഓർക്കണം. ഓൺ മാക്ബത്ത് 1819 കോളറിഡ്ജിൻ്റെ ആണ്. പിന്നെ അതിനകത്തുള്ള ഐഡിയാസ് ഒന്നും അങ്ങനെ അങ്ങനെ കൃത്യമായിട്ടൊന്നും ഓർത്തിരിക്കേണ്ട. പക്ഷേ പോട്ടർ സീനിനെ കുറിച്ച് ഹി ഹാസ് മെയ്ഡ് എ കമൻറ്റ്. കോളറിഡ്ജ് ആണ് പോട്ടർ സീനിനെ കുറിച്ചൊരു കമൻറ്റ് മേക്ക് ചെയ്തിട്ടുള്ളതെന്ന് ഓർക്കുക. പിന്നെ ഈ ഒരു സാധനം കൂടി ഓർത്തോളൂ. മെക്ബത്ത് അപ്പീൽസ് ടു ദ പാഷൻ വയ ഇമാജിനേഷൻ, വേറെസ് ഹാംലെറ്റ് ഇൻ്റലക്റ്റിനെ ആണ് അപ്പീൽ ചെയ്യുന്നത്. പക്ഷേ അതേസമയം മാക്ബത്ത് അപ്പീൽ ചെയ്യുന്നത് നമ്മുടെ പാഷനെയാണ്. അപ്പോൾ ആ ഒരു കോൺട്രാസ്റ്റിങ് കൂടെ ഓർത്തിരുന്നോളൂ. അപ്പോൾ എന്തൊക്കെ ഓർക്കും? മാക്ബത്തിൻ്റെ ഓൺ മാക്ബത്ത് എന്ന് പറയുന്ന വർക്ക് എഴുതിയത് കോളറിഡ്ജ് ആണ് 1819. ഇയർന്ന് ഓർത്തില്ലെങ്കിലും കോളറിഡ്ജിൻ്റെ ആണ് ഓൺ മാക്ബത്ത് എന്നുള്ള ഓർക്കണം. പിന്നെ മാക്ബത്ത് അപ്പീൽസ് ടു പാഷൻ വേറെസ് ഹാംലെറ്റ് അപ്പീൽസ് ടു ഇൻ്റലക്റ്റ്, ആ ഒരു സാധനം ഓർക്കണം. പിന്നെ പോട്ടർ സീനിനെ കുറിച്ചൊരു ക്രിട്ടിക്കൽ കമൻറ്റ് മേക്ക് ചെയ്ത ക്രിട്ടിക് ആരാന്ന് ചോദിച്ചാൽ കോളറിഡ്ജ് ആണെന്നുള്ളത് ഓർക്കണം.
പിന്നെ ഡി ക്വിൻസിയുടെ ഓൺ ദ നോക്കിംഗ് അറ്റ് ദ ഗേറ്റ് ഇൻ മാക്ബത്ത് അത് ചോദിച്ചിട്ടുമുണ്ട് എവിടെയൊക്കെയോ. സോ അത് ഓർത്തിരിക്കണം. ഇയർ ഒന്നും ഓർക്കണ്ട. പിന്നെ AC ബ്രാഡ്ലിയുടെ ഈ ഒരു കമൻറ്റ്, അതായത് ലേഡി മാക്ബത്തിന് ദ മോസ്റ്റ് കമാൻഡിങ് ആൻഡ് പെർഹാപ്സ് ദ മോസ്റ്റ് ഓ ഇൻസ്പയറിംഗ് ഫിഗേഴ്സ് ദാറ്റ് ഷേക്സ്പിയർ ഡ്രൂ, ആ ഒരു കമൻറ്റ്, കമൻ്റ് ഒന്നും കൃത്യമായിട്ട് ഓർത്തിരുന്നില്ലെങ്കിലും ലേഡി മാക്ബത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ആളെന്ന് വെച്ചാൽ AC ബ്രാഡ്ലി ആണെന്ന് ഓർക്കണം. ഷേക്സ്പിയറിയൻ ട്രാജഡിയിലാണെന്നുള്ള ഓർക്കണം. ഡോണ്ട് പുട്ട് ഇൻ ടൂ മച്ച് എഫേർട്ട് ഇൻ ടു ലേണിംഗ് ഓൾ ദിസ്. പക്ഷേ ഈ സംഭവം നമ്മളൊന്ന് കണ്ടിട്ട് പോയാൽ തന്നെ വിൽ ബി ഏബിൾ ടു റിമെമ്പർ. കമൻറ്റ് ഒന്നും കൃത്യമായിട്ട് ഓർത്തിരിക്കുകയൊന്നും വേണ്ട. പക്ഷേ AC ബ്രാഡ്ലി ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട് ലേഡി മാക്ബത്തിനെ കുറിച്ച് എന്നുള്ളത് ഓർക്കണം. ദ മോസ്റ്റ് കമാൻഡിങ് ആൻഡ് പെർഹാപ്സ് ദ മോസ്റ്റ് ഓ ഇൻസ്പയറിംഗ് ഫിഗേഴ്സ് ദാറ്റ് ഷേക്സ്പിയർ ഡ്രൂ, ആ ഒരു സാധനം ഓർത്തിരിക്കണം. പിന്നെ ടെറി ഈഗിൾട്ടൺ ലേഡി മാക്ബത്തിനെ എങ്ങനെയാണ് ഇൻ്റർപ്രറ്റ് ചെയ്തതെന്നുള്ളത് ഓർക്കണം. ലൈക്ക് മോസ്റ്റ് ഓഫ് ഷേക്സ്പിയേഴ്സ് വില്ലൻസ്, ഇൻ ഷോർട്ട്, ലേഡി മാക്ബത്ത് ഇസ് എ ബൂർഷ്വാ ഇൻഡിവിജ്വലിസ്റ്റ് ഫോർ ഹൂം traditional ties of rank and kinship are less constitutive of personal identity than mere obstacles to be surmounted in the pursuit of one's private ends. അതായത് ഒരു മാസിസ്റ്റ് രീതിയിൽ ലേഡി മാക്ബത്തിനെ ഇവാലുവേറ്റ് ചെയ്തത് ടെറി ഈഗിൾട്ടൺ ആണ്. ഇത്രയും ഓർത്തിരുന്നാൽ മതി, അല്ലാതെ ഇത് മൊത്തം ഒന്നും നിങ്ങൾ ഓർത്തിരിക്കേണ്ട. ഒരു മാർക്സിസ്റ്റ് രീതിയിൽ ഇതിനെ കണ്ടത് ടെറി ഈഗിൾട്ടൺ ആണ്. ടെറി ഈഗിൾട്ടൻ്റെ ദ വിച്ചസ് ആർ ദ ഹീറോയിൻ ഓഫ് ദ പീസ് എന്നുള്ള ഓർക്കണം. ദ വിച്ചസ് ആർ ദ ഹീറോയിൻ ഓഫ് ദ പീസ്. ഇതൊന്നും ചോദിക്കാനുള്ള സാധ്യത 10% മാത്രമാണ്, ഈവൻ 5% മാത്രമാണ്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഗുഡ് ടു നോ. ഓക്കെ, അത്രയാണ് അതിനകത്തുള്ളത്. പിന്നെ നിങ്ങൾക്ക് എന്താണ് അത് ഒന്നും കൂടി ഒന്ന് പറയണം എന്ന് പറഞ്ഞത്? ഷിബിനെയാണോ പറഞ്ഞത്? ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരാണ് നീ മറന്നുപോയി? ആരെങ്കിലും ഒന്ന് മിണ്ടുവോ? മുബീന ക്ലാസ് എല്ലാം കഴിഞ്ഞു. യെസ്, ഒന്ന് പറയോ ഷിബിന? മുബീന ക്ലാസ്സസ് ഓവർ. ഞാൻ റെക്കോർഡിങ് ഷെയർ ചെയ്യാം കേട്ടോ. പറയൂ ഷിബിന, പറയൂ എന്തായിരുന്നു വേണ്ടത്? ഇല്ല, ഷീസ് നോട്ട്. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ മെക്ബത്തിൽ? നിങ്ങൾ അത്യാവശ്യം ഓക്കെ അല്ലേ? മെക്ബത്തിൽ നിന്ന് ഏത് ചോദിച്ചാലും എഴുതാന്നുള്ളൊരു കോൺഫിഡൻസ് ഇല്ലേ? ഇനി പഠിച്ചില്ലെങ്കിൽ പോലും? ഓക്കെ ഓക്കെ. കാരണം ഞാൻ അത്ര എഫേർട്ട് എടുത്തിട്ടുണ്ട്, 6-7 മണിക്കൂർ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അത്. ഓക്കെ. അപ്പോൾ അത്രയാണ്. ആക്ച്വലി ഇന്നൊരു ടോപ്പിക് കൂടി എടുക്കായിരുന്നു. ഞാനും കുറച്ചും കൂടെ എന്തെങ്കിലുമൊക്കെ പറയേണ്ടി വരും എന്ന് വിചാരിച്ചതാണ്. ഓക്കെ, സോ വിൽ വൈൻഡ് അപ്പ് ഫോർ ടുഡേ. പിന്നെ വേറൊരു കാര്യമുള്ളത്, മേ ബി ഇൻ ദ കമ്മിങ് സെഷൻസ് വിൽ ഹാവ് ടു ടേക്ക് ഫോർ 1.5 hours. അല്ലെങ്കിൽ പിന്നെ സാറ്റർഡേ സൺഡേ ഒന്നും അങ്ങോട്ട് ഫ്രീ ആവുന്നില്ല ആരും. സാറ്റർഡേ പിന്നെ അതേപോലെ നാഗമണ്ഡലം ഇനിയിപ്പോൾ എന്നാ വായിക്കാൻ പറ്റുക? നെക്സ്റ്റ് സാറ്റർഡേ. ഓക്കെ, അപ്പം സാറ്റർഡേ നമുക്കത് ഫിനിഷ് ചെയ്യാം. ദെൻ സൺഡേ നോക്കട്ടെ, ഐ വിൽ ട്രൈ ടു ടേക്ക് എ ക്ലാസ്. ആ നമ്മുടെ മെത്തഡോളജിയിൽ 1-2 ടോപ്പിക്കും കൂടെ ഫിനിഷ് ചെയ്യാനുണ്ട്. ഓൾസോ വിൽ സ്റ്റാർട്ട് ELT ആസ് വെൽ. ഓക്കെ, വേഗം ഫിനിഷ് ചെയ്യാം കേട്ടോ. ഇനി കമ്മിങ് 20-30 days കൊണ്ട് ഇറ്റ്സ് വെരി ക്രൂഷ്യൽ. വേഗം വിൽ ഫിനിഷ് ആൻഡ് വിൽ മൂവ് ഓൺ ടു റിവിഷൻ. ഓക്കെ, എന്നാൽ മാത്രമാണ് നമ്മൾ ഈ പഠിക്കുന്ന സാധനം എല്ലാം കുറച്ചൊന്ന് മെമ്മറിയിൽ ഇരിക്കുക. കുറേ മോഡൽ ടെസ്റ്റ് ഒക്കെ എഴുതുമ്പോഴാണ് ശരിയാവുക. ഓക്കെ, അപ്പം ശരി. ഓക്കെ മാം, താങ്ക് യു.